ജീവൻ സഭയിലേക്ക് പകരപ്പെടുകയാണ്. കരങ്ങളെ ജോഡിಸಿಡುವಾಗ ಕ್ರಿಸ್ತನ ಜೀವವು ಸಭೆಯಲ್ಲಿ ಇಳಿದು ಬರುತ್ತಾರೆ. ಹಲ್ಲೇಲೂಯ. ಉರಬಾಲ ಶಂಬಲ ರಗಸ್ಯಾರಗಡೆಯ ಪ್ರಬಲಗಡೆಯ ಅಸ್ತಮಾನಗಡೆಯ ಪ್ರಬಲೆ ಶಂಬಲ ರಗಸ್ಯಾರಗಡೆಯ ಪ್ರಬಲಗಡೆಯ. ಹಲ್ಲೇಲೂಯ ಹಲ್ಲೇಲೂಯ ಹಲ್ಲೇಲೂಯ. ಪ್ರತ್ಯೇಕವಾಗಿ ವತ್ಸಲಾಂಟಿಗಾಗಿ ಪ್ರಾರ್ಥನೆ ಮಾಡೋಣ. ಹುಷಾರಿಲ್ಲದೆ ಮನೆಯಲ್ಲಿ ಆಗಿದ್ದಾರೆ, ಚಾಯನು ಸ್ತೋತ್ರ. ಕುಟುಂಬವಾಗಿ ಪ್ರಾರ್ಥನೆ ಮಾಡೋಣ. ಊರಿಗೆ ಹೋಗಿರುವ ಪ್ರಿಯ ಜೋಡಂಗಳು ಕುಟುಂಬ ಹುಷಾರಿಲ್ಲದಿದ್ದಾರೆ, ಅವ್ರಿಗಾಗಿ ಪ್ರಾರ್ಥನೆ ಮಾಡೋಣ. ഹല്ലേലൂയ. ആമേ. സ്തോത്ര സ്തോത്ര സ്തോത്ര. ഹല്ലേലൂയ. അതുപോലെ ಹಲವಾರು ಜನರು ರೋಗದಲ್ಲಿ ಕಷ್ಟಪಡುವರುಂಟು. ಅವರೆಲ್ಲ ನೆನೆಸಿಕೊಂಡು ಪ್ರಾರ್ಥನೆ ಮಾಡೋಣ. ಊರಿಗೆ ಹೋಗಿರೋ ಸುದರ್ಶನರ ಕುಟುಂಬ, ವಿದ್ಯಾ, ದಿವ್ಯಾ ಕುಟುಂಬ, ಇವರೆಲ್ಲ ದೇವರುಗಳಿಗೆ ಸಮರ್ಪಿಸಿಕೊಂಡು ನಾವು ಪ್ರಾರ್ಥನೆ ಮಾಡೋಣ. ದೇವರೆಲ್ಲರಿಗೂ ಸೌಖ್ಯ ಕೊಡುವಂತೆ ಪ್ರಾರ್ಥನೆ ಮಾಡೋಣ. ಇವತ್ತು ರೋಗಿಗಳಾಗಿರುವರು, ಇಲ್ಲಿ ಬಂದಿರುವರು, ಅವ್ರಿಗಾಗಿ ಪ್ರಾರ್ಥನೆ ಮಾಡೋಣ. ದೇವರ ಅದ್ಭುತಕರವಾದ ಬಿಡುಗಡೆಯು ದೇವರು ಇಷ್ಟು ಬಿಡುಗಡೆ ಮಾಡಿದೆ. ಇವತ್ತು ಸಾಕ್ಷಿಗಳದೆಲ್ಲ ಸಿನಿಕ್ಯು ಎಷ್ಟೋ ವರ್ಷಗಳಾಗಿರೋ ಬೈಕ್ ಪೇಯ್ನು ದೇವರು ಅದ್ಭುತ ಹೀಲಿಂಗ್ ಮಾಡಿದೆ. ಸ್ತೋತ್ರ 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 ಸ್ತೋತ್ರ. ಹಲ್ಲೇಲೂಯ. ದೇವರು ಮಹಿಮೆ ಇರುವ ದೇವರಾಗಿದ್ದಾರೆ. ಕಾಲುಗಳು ಫ್ರಾಕ್ಚರ್ ಆಗಿರುವ ಕಾಲುಗಳು ದೇವರ ಹೀಲ್ ಮಾಡಿದೆ. ದೇವರ ಸ್ತೋತ್ರವಾಗಲಿ ಸ್ತೋತ್ರವಾಗಲಿ. ಮೂಲಗಳು ದೇವರ ಸೌಖ್ಯ ಮಾಡಿದೆ. ಆ ದೇವರ ಮಧ್ಯದಲ್ಲಿ ಉಂಟು. ದೇವರ ಸ್ತೋತ್ರವಾಗಲಿ. ಸ್ತೋತ್ರ. ಎಲ್ಲರೂ ನೆನೆಸಿಕೊಂಡು ಪ್ರಾರ್ಥನೆ ಮಾಡೋಣ. ಗ್ಲೋರಿ ಸಹೋದರಿಗೆ ಪೂರ್ಣ ಬಿಡುಗಡೆಗಾಗಿ ಪ್ರಾರ್ಥನೆ ಮಾಡುವ. ಲೀಲಾಮ ಸೋಸ್ಕ ಪೂರ್ಣ ಬಿಡುಗಡೆಗಾಗಿ ಪ್ರಾರ್ಥನೆ ಮಾಡುವ. ಹುಷಾರಿಲ್ಲದ ಪ್ರಿಯ ಮಕ್ಕಳ ಎಲ್ಲ ದೇವರಿಗೆ ಒಪ್ಪಿಸಿಕೊಂಡು ನಾವು ಪ್ರಾರ್ಥನೆ ಮಾಡುವ. ದೇವರ ಸಮುದ್ರ ಬಂದರೆ ಪ್ರಿಯ ಅಲೆಕ್ಸ್ ಬ್ರದರ್ ಕುಟುಂಬಕ್ಕಾಗಿ ಪ್ರಾರ್ಥನೆ ಮಾಡೋಣ. ಪ್ರಿಯ ರಂಗನಾಥ ಕುಟುಂಬಕ್ಕಾಗಿ ಪ್ರಾರ್ಥನೆ ಮಾಡೋಣ. ಹಲ್ಲೇಲೂಯ ಹಲ್ಲೇಲೂಯ. ಹೊಸದಾಗಿ ಬಂದಿರುವ ಅವರ ಸ್ನೇಹಿತರ ಕುಟುಂಬಕ್ಕಾಗಿ ಪ್ರಾರ್ಥನೆ ಮಾಡೋಣ. ಇವತ್ತು ಬಹಳ ಮಂದಿ ಜನಕ್ಕೆ ಬರೋಕ್ಕಾಗದಿದೆ. ದೇವರು ಅವರನ್ನು ಮುಟ್ಟಿ ಸೌಖ್ಯವು ಬಿಡುಗಡೆ ಕೊಟ್ಟು ದೇವರಾಲಯ ಕರ್ಕೊಂಡು ಬರುವಂತೆ ನಾವು ಪ್ರಾರ್ಥನೆ ಮಾಡೋಣ. ದೇವರ ಅದ್ಭುತಗಳು ಮಾಡುವ ದೇವರಾಗಿದ್ದಾರೆ. ಅದ್ಭುತಗಳು ಮಾಡುವ ದೇವರಾಗಿದ್ದಾರೆ. ಉರಬಾಲ ಬಾರ ಬಾಲ ಬಾರ ಬಾಲ ಬಾರ ಬಾಲ ಬಾರ ಬಾಲ. ಎಲ್ಲರೂ ಪ್ರಾರ್ಥನೆ ಮಾಡ್ತಾ ಇರುವಾಗ ಸೂಸಂ ಪ್ರಾರ್ಥಿക്കും. ಪ್ರೈಸ್ ಲಾರ್ಡ್. ರೀಗಾಲ ಬೌಢೀರ ಕಡತ್ತೀರ. നല്ല സമയത്തിനായ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കഥാവേ. ഒരിക്കൽ കൂടെ ദൈവത്തിന്റെ തിരുപാദപത്തിൽ കടന്നു വരുവാൻ സ്വർഗം ഞങ്ങളുടെ ജീവിത കൃപയ്ക്കായി സ്തോത്രം കഥാവേ. പാടുവാനും പ്രാർത്ഥിപ്പാനും ആരാധിപ്പാനും എല്ലാം ദൈവം ഞങ്ങളെ ശക്തീകരിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു കഥാവേ. ഈ പൽക്കാലം പറയപ്പെട്ട സകല വിഷയങ്ങളെയും ദൈവത്തിന്റെ കരത്തിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കഥാവേ. കടന്നു വന്ന ജനത്തിനായി സ്തോത്രം കഥാവേ. അവരുടെ വിഷയത്തെ ഈ രാപ്പൽക്കാലം വൻ കാര്യങ്ങളെ ദൈവം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കഥാവേ. രോഗത്താൽ ഭാരപ്പെട്ട സകലരെയും ദൈവത്തിന്റെ കരത്തിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്ന വചനം അയച്ച് കഥാവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ശതാധിപൻ യേശുവിനോട് പറഞ്ഞതുപോലെ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ഈ പൽക്കാലം ഹോസ്പിറ്റലിലും ഭവനങ്ങളിലും ഇവിടെ ആയിരിക്കുന്ന സകല രോഗികളെയും ദൈവത്തിൻ്റെ കരത്തിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. നസ്രയനായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ രോഗ സൗഖ്യം ഞങ്ങളുടെ അവകാശമാണ് കർത്താവേ. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ കർത്താവ്. സകല രോഗികളെയും സൗഖ്യമാക്കുവാൻ ശക്തനായ ദൈവം ഈ പൽക്കാലം ഞങ്ങളുടെ മധ്യത്തിലുള്ളതായി സ്തോത്രം ചെയ്തു കർത്താവേ. നിന്നെ തൊട്ടവരും നീ തൊട്ടവരും സൗഖ്യം പ്രാപിച്ചതുപോലെ ഈ പൽക്കാലം വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണുന്ന പോലെ കർത്താവ് പരിപൂർണ്ണ സൗഖ്യം നിന്റെ മക്കൾക്ക് ദൈവം പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പൊ അതിനെ കാണിക്കായി സ്തോത്രം കർത്താവേ. കർത്താവിനെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അതിലേക്ക് കരം നീട്ടി ഓരോരുത്തർക്കുമായി സ്തോത്രം. സ്വർഗീയ ഭണ്ഡാരം തുറന്ന് കർത്താവ് അനുഗ്രഹിക്കണം കർത്താവേ. അപ്പൊ ഹാലിൽ അങ്ങേ ഭണ്ഡാരത്തിനൊന്നിന് മുട്ടില്ലല്ലോ കർത്താവേ. നിന്റെ മക്കളുടെ കുറവുകളെ കർത്താവ് തീർത്തു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നിന്റെ കുട്ടയും മാവുകളും തൊട്ടിയും അനുഗ്രഹിക്കപ്പെടുന്ന വചനപ്രകാരം ഓരോ കുടുംബത്തിനകത്തും സമ്പൽ സമൃദ്ധി കൊണ്ട് നിറയ്ക്കണം കർത്താവേ. അവിടെ ഞെരുക്കങ്ങൾ മാറട്ടെ കർത്താവേ. അവിടെ ദാരിദ്ര്യങ്ങൾ മാറട്ടെ കർത്താവേ. അവിടെ കടബാധ്യതകൾ യേശുവിന്റെ നാമത്തിൽ നീങ്ങി മാറട്ടെ. സാമ്പത്തിക വിഷയത്തിന്മേൽ ദൈവം ഡെലിവറൻസ് കൽപ്പിച്ചിരിക്കുകയായി സ്തോത്രം. അപ്പോൾ ആ സ്തോത്രം മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി സ്തോത്രം. അനേക പ്രിയപ്പെട്ടവരുടെ വിഷയത്തിന്മേൽ ദൈവം അത്ഭുതകരം ഈ പൽക്കാലം നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. കടന്നുവന്ന ജനത്തെ അനുഗ്രഹിക്കണം. കൊട്ടിക്കരയിലെ ആരാധനയെ അനുഗ്രഹിക്കണം കർത്താവേ. ദൈവവചനത്തിനായി സ്തോത്രം കർത്താവേ. വചനം ശുശ്രൂഷിപ്പാൻ ദൈവദാസനെ ശക്തമായി ഉപയോഗിക്കണം കർത്താവേ. നിന്റെ വായ് തുറക്കുമ്പോൾ അത് പ്രാഗൽഭ്യത്തോടെ പറയുവാൻ തക്കവണ്ണം വചനം അത് വായിലൂടെ ഒഴുകട്ടെ കർത്താവേ. ജനത്തിന്റെ അകത്തിലേക്ക് ചെല്ലട്ടെ കർത്താവേ. ജനം അല്ലെങ്കിൽ വചനം സ്വീകരിക്കുമ്പോൾ അത് ഹല്ലേലൂയ കർത്താവേ അത് വിടുതലായി തീരുവാൻ ഓ ശഖറമന അല്ലേ നല്ലത്
ഗോതമ്പ് ഉപയോഗിച്ച് 100, 30, 60 മേനി കൊയ്തെടുത്തതുപോലെ കർത്താവേ, ദൈവവചനം തന്റെ ദാസനോട് പറയുമ്പോൾ ജനത്തിന്റെ ഉള്ളത്തിലേക്ക് കടന്നു എന്ന് കർത്താവേ, ഒരു ലുദിയുടെ ഹൃദയം തുറന്നതുപോലെ ജനത്തിന്റെ അകഹൃദയങ്ങൾ തുറന്നു കർത്താവേ. വചനത്തിൽ ബലപ്പെടുവാൻ സ്വർഗം സഹായിക്കണം. ട്രാൻസ്ലേഷൻ ചെയ്യുന്നവരെ ബലപ്പെടുത്തണം കർത്താവേ. അപ്പൻ്റെ പാദപ്പെടുത്തി അല്പസമയം ഇരിക്കുന്നു കർത്താവേ. അത്ഭുതം ചെയ്തിരിക്കായ സ്തോത്രം, അടയാളങ്ങൾ ചെയ്തിരിക്കായ സ്തോത്രം, വിവിധ വീര്യപ്രവൃത്തികൾ ചെയ്തിരിക്കായ സ്തോത്രം കർത്താവേ. ഞങ്ങളുടെ പ്രാർത്ഥന ദൈവം കേട്ടതിനായി നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആരാ വരുന്നത്? സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദേവരു എല്ലാവരും മൈക്ക് നിങ്ങൾ ഇങ്ങോട്ടും കൊണ്ട് തിരിച്ചു വെച്ചുകൊണ്ടിരിക്കുക അല്ലേ? കറക്റ്റായിട്ട് വെച്ചാട്ടെ. സ്തോത്രം. അത് ഇത്രയും നേരം കറക്റ്റായിരുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. കർത്തനുകേ മഹിമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ಕನ್ನಡ ಎಲ್ಲರಿಗೂ ಅರ್ಥ ಆಗುತ್ತಲ್ಲ? ಕನ್ನಡ ಅರ್ಥ ಆಗುತ್ತೆ ಎಲ್ಲರಿಗೂ? ಕನ್ನಡ ಎಲ್ಲರಿಗೂ ಅರ್ಥ ಆಗುತ್ತಲ್ಲ? ಕನ್ನಡ ಎಲ್ಲರಿಗೂ മനസ്സാവുമല്ലോ? പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവ് നമ്മെ ധാരാളമായി ആശീർവാദം ಮಾಡಲಿ. പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ വചനം നമുക്ക് ശ്രവിക്കാം. പ്രാർത്ഥനಯಿಂದ ದೇವರ ವಾಕ್ಯವನ್ನು ನಾವು ಕೇಳಿಕೊಳ್ಳೋಣ. സ്തോത്രം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ജൂൺ 1-ാം തീയതി സൺഡേ സ്കൂളിൻ്റെ എക്സാം ഉണ്ട്. ജൂൺ 1-ನೇ ತಾರೀಕಿಗೆ സൺഡേ സ്കൂളിൻ്റെ എക്സാം ഉണ്ട്. ലിവിങ് ബ്രെഡ് എന്ന ഒരു തിരുവചനം രാവിലെ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യും. ലിവിങ് ബ്രെഡ് ಎಂಬುದಾಗಿರುವ ಒಂದು ದೇವರ ವಾಕ್ಯವನ್ನು ಹಾಲು ನಿಮಗೆ ಬೆಳಗ್ಗೆ നിങ്ങളത് കേൾക്കുകയും മറ്റുള്ളവർക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. ಅದು ನೀವು ಕೇಳಿ ಬೇರೆಯವರಿಗೆ ಅದು ಸೆಂಡ್ ಮಾಡಿ ಕೊಡಬೇಕು. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവം നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ದೇವರು ನಮ್ಮನ್ನು ಧಾರಾಳವಾಗಿ ಆಶೀರ್ವಾದ ಮಾಡಲಿ. സ്തോത്രം. ആമേൻ. പ്രാർത്ഥനയോടുകൂടി ഇരുന്നാൽ മാത്രമേ നമുക്ക് ദൈവവചനം കേൾക്കാൻ പറ്റൂ. പ്രാർത്ഥനಯಿಂದ ಕೂತಿದ್ರೆ ಮಾತ್ರನೇ ನಮಗೆ ದೇವರ ವಾಕ್ಯವನ್ನು ಕೇಳೋದಕ್ಕೆ ಸಾಧ್ಯ. ദൈവത്തിന്റെ വചനം അയച്ച് ദൈവം നിങ്ങളെ വിടുവിക്കും. ಆಮೇಲೆ ದೇವರ ವಾಕ್ಯವನ್ನು ಕಳಿಸಿ ದೇವರು ನಿಮ್ಮನ್ನು ಹಾಲಲ್ಲಿ ಬಿಡುಗಡೆಯನ್ನು ಕೊಡ್ತಾರೆ. സൗഖ്യം തരും. ಆಮೇಲೆ ದೇವರು ನಿಮಗೆ ಸೌಖ್ಯವನ್ನು ಕೊಡ್ತಾರೆ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. 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 ആമേൻ. ഇന്ന് ആമേൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആമേൻ ഞാൻ ഇവിടെ നിന്നപ്പോൾ എൻ്റെ ആലോചന ഞാൻ പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ട് വന്ന വചനം ഒന്ന് മാറ്റി ഒന്ന് സംസാരിക്കാനായിട്ട് എൻ്റെ ഉള്ളിലൊന്ന് പ്രേരിപ്പിക്കുകയാണ്. ಆಮೇಲೆ ನನ್ನ ಬೆಳಗ್ಗೆಯಲ್ಲಿ ನಿಲ್ಲುವಾಗ ನಾನು ಪ್ರಿಪೇರ್ ಮಾಡಿ ತಗೊಂಬಂದಿದ್ದು ವಾಕ್ಯವಿಲ್ಲದೆ ಬೇರೊಂದು ವಾಕ್ಯವನ್ನು ಸಾರೋದಕ್ಕಾಗಿ ಪವಿತ್ರಾತ್ಮನ ನನ್ನಲ್ಲಿ ಪ್ರೇರೇಪಣೆಯನ್ನು ಕೊಡ್ತಾ ಇದ್ದಾರೆ. ಆಮೇನ್. ದೊಡ್ಡ ಗಮನಗಳಲ್ಲಿ ಇನ್ನು ನಮ್ಮ ಅಜ್ಜಿ ಪ್ರೈಸ್ ಲೋಡ ಅಜ್ಜಿ ಹೆಸರು ನನಗೆ ಗೊತ್ತಿಲ್ಲ. ದೊಡ್ಡ ಗಮನಗಳಿಂದ ಅಮ್ಮ ಅವರನ್ನು ಎದ್ದು ನಿಲ್ಲುತ್ತೀರಾ? ದೊಡ್ಡ ಗಮನೆಯಿಂದ ಅಲ್ಲಿಂದ ಹಲ್ಲೆಲೂಯಾ ಒಂದು ತಾಯಿಯವರು ಬಂದಿದ್ದಾರೆ. ಸ್ತೋತ್ರ. ಎದ್ದು ನಿಲ್ಲುತ್ತೀರಾ? ಒಂದು ಸ್ವಲ್ಪ ಎದ್ದೊಳ್ತೀರಾ? ಪ್ರೈಸ್ ಲೋ. ശരി, ಕೂತ್ಕೊಳ್ಳಿ. ಪ್ರೈಸ್ ಲೋಡ್. ഇന്നലെ അജ്ജിയെ കുറിച്ചൊരു സാക്ഷ്യം കേട്ടു. ಕೂತ್ಕೊಳ್ಳಿ. ആമേൻ. ನನ್ನ ಅಜ್ಜಿಯ ಕುರಿತಾಗಿ ಒಂದು ಸಾಕ್ಷ್ಯವನ್ನು ಕೇಳಿಸ್ತು. നമ്മുടെ സഹോദരിമാര് ടീമായിട്ട് അവിടെ പോയി സുവിശേഷം പറഞ്ഞിരിക്കുന്ന വില്ലേജില്. ആമേൻ. ನಮ್ಮ ಸಹೋದರಿಗಳ ಟೀಮಾಗಿ ಸುವಾರ್ತೆಯನ್ನು ಸಾರುವ ವಿಲೇಜ್ ಅಲ್ಲಿ. സ്തോത്രം. ഇന്നലെ ഇവര് കടന്നു ചെന്നപ്പം നന്നെ ഇവര് ಅಲ್ಲಿ ಹೋಗುವಾಗ ഇപ്പോൾ 1 മാസമായുള്ളൂ ഇവരവിടെ ചെല്ലുന്നുണ്ട് അല്ലേ? സോറി, 1 മാസമായി. കാരണം അപ്പോൾ ബ്രദറൊക്കെ ടീമായിട്ടാണ് പോകുന്നത്. സ്തോത്രം. 1 ತಿಂಗಳಿಂದ ಆಗಿದ್ದಾರೆ. ഒരു ടീമാಗಿ ಹೋಗೋದಕ್ಕೆ ಶುರು ಮಾಡಿ ഇന്നലെ ചെന്നപ്പം നമ്മുടെ അജ്ജിയുടെ പേരെന്തുവാ? അജ്ജി മാലമ്മ. മാലമ്മ ആൻറ്റി അല്ലെങ്കിൽ സുവാർത്ത സാരത്തായതാ. ಆಮೇಲೆ ನನ್ನೆ ಇವರು ಅಲ್ಲಿ ಹೋಗಬೇಕಾದ್ರೆ ಆ ಮಾಲಮ್ಮ ಆಂಟಿ ಅವರು ಬೇರೆಯವರಿಗೆ ಸುವಾರ್ತೆ ಸಾರ್ತಾ ಇದ್ದಾರೆ. ಒಂದೇ ತಿಂಗಳಾಗಿರೋದು. ಅವರ ಒಂದೇ ತಿಂಗಳಿಂದ ಸುವಾರ್ತೆ ಕೇಳ್ತಾ ಇರೋದು. ಕೊಟ್ಟಿಗೆರೆ ಚರ್ಚಲ್ಲಿ ಬಂದಿದ್ರು. ಹೋದ ವಾರ ಅವರು ಕೊಟ್ಟಿಗೆರೆ ಚರ್ಚಲ್ಲಿ ಬಂದಿದ್ರು. ಈ ಒಂದೇ ತಿಂಗಳಲ್ಲಿ ಸುವಾರ್ತೆ ಸಾರಕ್ಕೆ ಶುರು ಮಾಡಿದರೆ ಅದರ ಅರ್ಥ ಏನೋ ಒಂದು ಜೀವನ ನಡೆದಿದ್ದಾರೆ. ಆಮೇಲೆ ಒಂದೇ ತಿಂಗಳಿಂದ ಅವರು ಸುವಾರ್ತೆಯನ್ನು ಸಾರೋದಕ್ಕೆ ಶುರು ಮಾಡಿದರೆ ಅವರ ಜೀವನದಲ್ಲಿ ಏನೋ ಬದಲಾವಣೆ ಆಗಿದೆ ಅಂತ ಅರ್ಥ. ಪ್ರೈಸ್ ದಿ ಲಾರ್ಡ್. ಆಮೆನ್. സുവിശേഷം പറയുന്നവരെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സുവാർത്തന സാരವನ್ನು ದೇವರು ಏರಾಳವಾಗಿ ಆಶೀರ್ವಾದ ಮಾಡಲಿ. ആമേൻ. ആമേൻ. ലൂക്കായുടെ സുവിശേഷം ലൂക്കನ ಬರೆದ ಸುವಾರ್ತೆ 9-ാമത്തെ അധ്യായം 9ನೇ ಅಧ್ಯಾಯ
23 മുതലുള്ള വാക്യങ്ങൾ 27 വരെ വായിക്കാം. 27 വരെ 23ನಿಂದ 27 ವರೆಗೆ ಓದು. കന്നഡ, തമിഴ്, തെലുങ്ക്, മലയാളം, ഇംഗ്ലീഷ് 4 ഭാഷ വായിച്ചാൽ നല്ലൊരു പദമാണ്. പെട്ടെന്ന് വായിക്കണം. ಎಲ್ಲ Clear ആയിട്ട് ಭಾಷೆಗಳನ್ನು ಓದಿಕೊಳ್ಳೋಣ. വായിച്ചോളൂ. ക്ലിയർ ആയിട്ട് വായിക്കുന്നവർ വായിച്ചോ. സോ ആ ആ ആ യെസ് ആമേൻ. ഓക്കെ. ആമേൻ. പ്രൈസ് ലോർഡ്. ಆಮೆನ್. 26 വരെയുള്ള വാക്യങ്ങൾ വായിച്ചേ വേറെ ഭാഷകളിൽ. And he said to them, ആ if any man will come after me, let him deny himself and take up his cross daily and follow me. ആ Whosoever will save his life shall lose it, but whosoever will lose his life for my sake, the same shall save it. For what is a man advantage if he gain the whole world and lose himself or be cast away? ആമേൻ. Whosoever shall be ashamed of me and of my words, of him shall the Son of Man be ashamed, and he shall come in his own glory and in his Father's and of the holy angels. But Glory. I declare to you a truth, that there be some standing here which shall not taste of death till they see the kingdom of God. ആ 26 വരെ 23 മുതൽ 26 വരെ വായിച്ചാട്ടെ. ആ ആമേൻ. സ്തോത്രം. ആ ആമേൻ. തമിഴ് വായിക്കുക. ஒருவன் என் பின்னே வர விரும்பினான், அவன் தன்னைத்தான் வெறுத்து, சிலுவையில் அனுதினமும் எடுத்துக்கொண்டு, என்னை பின்பற்றி தன் ஜீவனை ரட்சிக்க விரும்புகிறவன் அதை இழந்து போவான். என் நிமித்தமாக ஜீவனை இழந்து போகிறவன் அதை ரட்சித்துக் கொள்வான். மனுஷன் உலகம் முழுவதும் ஆதாயப்படுத்திக் கொண்டால் தன்னைத்தான் கெடுத்து நஷ்டப்படுத்தினான் அவனுக்கு லாபம் என்ன? என்னை குறித்தும் என் வார்த்தைகளை குறித்தும் எவன் வெட்கப்படுகிறவனோ ആമേൻ. அவனை குறித்து மனுஷகுமாரனும் தம்முடைய மகிமையோடு பிதாவின் மகிமையோடும் பரிசுத்த தூதர்களின் സ്തോത്രം. மகிமையோடும் 26. ആമേൻ. ಆಮೆನ್. പ്രൈസ് ലോർഡ്. ಆಮೆನ್. എല്ലാവർക്കും മനസ്സിലായോ? ಎಲ್ಲರಿಗೂ ಅರ್ಥವಾಗಿದೆ ಅಲ್ಲ? ಆಮೆನ್. പ്രൈസ് ലോർഡ്. ಹಲ್ಲೆಲೂಯಾ. ಆಮೆನ್. ಪ್ರೈಸ್ ಲಾರ್ಡ್. ಪ್ರಿಯ ಫಿನ್ನಿ ಬ್ರದರ್ ಹೇಳ್ತಾ ಇರುವುದೇನೆಂದರೆ ಇವತ್ತು ಬೆಳಗ್ಗೆ 4 ಗಂಟೆ ಅವರು ಎದ್ದೊಳಿದಾಗ ಈ ವಾಕ್ಯವನ್ನು ಕನಸಲ್ಲಿ ಯಾರೋ ಹೇಳುವುದು ಕೇಳಿಕೊಂಡೇ ಅವರು ಎದ್ದೊಳಿದೆ ಅಂತ. ಆಮೆನ್. പ്രൈസ് ലോർഡ്. ಹಲ್ಲೆಲೂಯಾ. ഞാൻ ഈ വാക്യം ഇവിടെ കർത്തൃമേശയൊക്കെ റെഡിയാക്കിയിട്ട് വെച്ചിട്ട് 7:50 ആയപ്പോൾ പോയി എഴുതിക്കൊണ്ട് വന്നതാണ്. ಆಮೇಲೆ 7:50 ಪಾಸ್ಟರ್ ಈ ವಾಕ್ಯವನ್ನು ಇಲ್ಲಿ ಕರ್ತನ ಮೇಜ್ ಎಲ್ಲ ರೆಡಿ ಮಾಡಿದ ಮೇಲೆ 7:50ಕ್ಕೆ ಹೋಗಿ ದೇವರ ಸಂದಲ್ಲಿ ಕೂತ್ಕೊಂಡು ಬರೆದು ಬಂತ. സ്തോത്രം. ಆಮೇನ್. എന്നിട്ട് അത് അവസാനം പറയാൻ വേണ്ടി വെച്ചിരുന്നത്. ಆಮೇಲೆ ನಂತರವಾಗಿ ಕೊನೆ ಬೇರೆಕ್ಕೆ ಅದು ಹಂಗೆ ಇಟ್ಕೊಂಡಿತ್ತು. ഇവിടെ വേറൊരു മെസ്സേജ് പറഞ്ഞു വരുമ്പോൾ അവസാനം ഈ വാക്യം പറയണം. ಬೇರೆ ಅಲ್ಲಿ ಪ್ರಸಂಗವನ್ನು ಮಾಡಿ ಕೊನೆಯಲ್ಲಿ ಈ ವಾಕ್ಯವನ್ನು ಹೇಳಿಕೊಳ್ಳೋಣ ಎಂಬುದಾಗಿ ಅನಿಸ್ಕೊಂಡೇ ಬಂದಿದ್ದು. ഇവിടെ പ്രസംഗം പറയാൻ വേണ്ടി നിൽക്കുന്നതിന് മുമ്പ് ദൈവാത്മാവ് പറഞ്ഞു ആദ്യം ഈ വാക്യം വായിച്ചിട്ട് പ്രസംഗിച്ചാൽ മതി. ಆಮೇಲೆ ಹಾಲಲ್ಲಿ ಇಲ್ಲಿ ಎತ್ತಿದ ದೇವರ ಆತ್ಮನು ಹೇಳಿದ್ರು ಮೊದಲನೇದಾಗಿ ಇದು ಪ್ರಸಂಗವನ್ನು ಇದು ಈ ವಾಕ್ಯವನ್ನು ಪ್ರಸಂಗ ಮಾಡಿದ ಮೇಲೆ ಅದು ಪ್ರಸಂಗ ಮಾಡಿದ್ರೆ ಸಾಕು. ഒരു പക്ഷേ പിന്നെ ഫെർദർ ഇതോടുകൂടി കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങേണ്ടി വരും. ಆಮೇಲೆ ಹಾಲಲ್ಲಿ ಪಿನ್ನೆ ಬ್ರದರ್ ಇದೇ ಹೊಸವಾಗಿ ದೇವರ ಸೇವೆಗಾಗಿ ಸಮರ್ಪಿಸಬೇಕಾಗಿರುತ್ತದೆ.
Praise the Lord. ആമേൻ. സ്തോത്രം. അതാണ് അതിന്റെ സത്യം. ഹല്ലേലൂയ. Praise the Lord. ആമേൻ. ഞാൻ ഇന്ന് വേറൊരു വിഷയം പറയാനായിട്ട് വന്നതാണ്. ഇതെല്ലാം തിരിക്കുന്നത് കർത്താവിന്റെ ആത്മാവാണ്. ಆಮೇಲೆ ಹಾಲೆಲೂಯ. ನಾನು ಇವತ್ತು ಬೇರೊಂದು ವಿಷಯ ಹೇಳೋದಕ್ಕಾಗಿ ಬಂದಿದ್ದು, ಆದ್ರೆ ಇದೆಲ್ಲ ಬೇರೆ ಕಡೆಗೆ ತಿರುಗಿಸಿ ಬಿಡೋದು ದೇವರ ಆತ್ಮನಾಗಿದ್ದಾರೆ. ഹല്ലേലൂയ. ಆಮೇನ್. Praise the Lord. ഹല്ലേലൂയ. എന്തുവാണേലും വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ തിരുവചനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ಆಮೇಲೆ ಹಾಲೆಲೂಯ. ಬಹಳ ಆಶೀರ್ವಾದ ಹೊಂದಲ್ಪಟ್ಟ ಈ ವಾಕ್ಯಕ್ಕಾಗಿ ದೇವರಿಗೆ ಸ್ತೋತ್ರವನ್ನು ಮಾಡ್ತೀನಿ. വിശ്വാസ ജീവിതത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചപ്പോൾ ನಂಬಿಕೆ ಜೀವಿತದಲ್ಲಿ ನಾವು ಹಾಲೆಲೂಯ ಪ್ರವೇಶಿಸುವಾಗ നമ്മുടെ ജീവിതത്തെ ನಮ್ಮ ಜೀವಿತವನ್ನು ഏറ്റവും അധികം സ്പർശിച്ച വചനം ഏതാണ് എന്നൊരു ദൈവവേദനോട് ചോദിച്ചാൽ ಆಮೇಲೆ ಬಹಳ ಹೆಚ್ಚಾಗಿ ನಮ್ಮನ್ನು ಸ್ಪರ್ಶನೆ ಮಾಡಿದ ದೇವರ ವಾಕ್ಯ ಏನು ಎಂಬುದಾಗಿ ಕೇಳಿದರೆ ദൈവത്തിന് സ്തോത്രം. ದೇವರಿಗೆ ಮಹಿಮೆ. പ്രൈസ് ദി ലോർഡ്. ಆಮೇಲೆ ദൈവത്തിന് സ്തോത്രം. ಆಮೇಲೆ സ്വാമി ഇത് ഈ ഫീഡ്ബാക്ക് ഒന്ന് കറക്റ്റ് ചെയ്തേ ഇവിടെ. സ്തോത്രം. ഹല്ലേലൂയ. ഏതാണെന്ന് ചോദിച്ചാൽ ಅದು ಆ ವಾಕ್ಯ ಯಾವುದು ಅಂತ ಕೇಳಿದರೆ ആമേൻ നമ്മൾ പറയും, ನಾವು ಹೇಳ್ತೀವಿ, ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ. ಒಬ್ಬನು ನನ್ನನ್ನು ಹಿಂಬಾಲಿಸುವುದಕ್ಕಾಗಿ ಇಚ್ಛೆ ಪಟ್ಟಿದರೆ. ശ്രദ്ധിക്കൂ. പ്രൈസ് ദി ലോർഡ്. ಆಮೇಲೆ സ്തോത്രം. ಆಮೇಲೆ സ്തോത്രം. ಹಲ್ಲೆಲೂಯ. ಶ್ರದ್ಧೆಯಿಂದ ಇರಿ. ഒരുവൻ ಒಬ್ಬನು യേശു കർത്താവിനെ ಯೇಸು ಕರ್ತನನ್ನು പിൻപറ്റണം എന്ന് ആഗ്രഹിച്ചാൽ. ಹಿಂಬಾಲಿಸುವುದಕ್ಕಾಗಿ ಇಚ್ಛೆ ಪಡ್ತಾ ಇದ್ರೆ. ശ്രദ്ധിക്കുന്നുണ്ടോ? ಆಮೇಲೆ ಶ್ರದ್ಧೆಯಿಂದ സ്തോത്രം. ಇದ್ದೀರಾ? ಆಮೇಲೆ ഇത് വലിയ ഭയങ്കര പ്രസംഗമല്ല ഞാൻ പറയുന്നത്. ആമേൻ. എനിക്ക് ദൊട്ടു പ്രസംഗം എനിക്ക് അറിഞ്ഞുകൂടെ, തന്നെയല്ല ഇതിങ്ങനെ എടുത്താ തിരിഞ്ഞു മറിഞ്ഞു വന്നുകൊണ്ട് ഇത് എവിടെ തുടങ്ങണം എവിടെ അവസാനിപ്പിക്കാൻ എനിക്ക് അറിഞ്ഞുകൂടെ, എങ്കിലും ഞാൻ പറയാ. ಆಮೇಲೆ ಸಡನ್ ಆಗಿ ದೇವರಾತ್ಮನೆ ಇದು ಕೊಟ್ಟಿದ ಮೂಲಕವಾಗಿ ಎಲ್ಲಿ ಪ್ರಾರಂಭ ಮಾಡಬೇಕು ಅಂತ ನನಗೂ ಗೊತ್ತಿಲ್ಲ. ആർക്കെങ്കിലും ಯಾರ್ಕಾದ್ರೇಲು യേശുവിൻ്റെ ശിഷ്യനായി യേശുവിൻ്റെ പിന്നാലെ പോകണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ಆಮೇಲೆ ಯೇಸುವೆ ಸ್ವಾಮಿಯ ಶಿಷ್ಯನಾಗಿ ಆತನ ಹಿಂದೆ ಹಿಂಬಾಲಿಸಬೇಕು ಅಂತ ಇಚ್ಛೆ ಪಟ್ಟಿದ್ರೆ, ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, ಯಾರ ಕೇಳಿ ಆತರವಾಗಿ ಒಂದು ಇಚ್ಛೆ ಇಟ್ಟರೆ, അങ്ങനെ കർത്താവ് പറഞ്ഞു, ആരെങ്കിലും ഇച്ഛിച്ചാൽ. ಆರಲ್ಲಿ ಯಾರಲ್ಲಿ ಆತರವಾಗಿ ಆಸೆ ಪಟ್ಟಿದ್ದಾರೆ. സ്തോത്രം. ಆಮೇಲೆ അങ്ങനെ ഒരാഗ്രഹം ഒരാൾക്കുണ്ടായി, ಒಬ್ರು ಆತರವಾಗಿ ಒಂದು ಆಸೆ ಉಂಟಾಗಿದ್ರೆ, യേശുവിൻ്റെ ശിഷ്യനായിട്ട് ഇരിക്കണം. ಆಮೇಲೆ ನನಗೆ ಒಂದು ಯೇಸು ಸ್ವಾಮಿಯ ಶಿಷ್ಯನಾಗಿ ಇರಬೇಕು ಎಂದು ಆಸೆ ಪಟ್ಟಿದ್ದಾರೆ. ഞാൻ യേശുവിനെ പിൻപറ്റാൻ പോവാണ്. ನಾನು ಯೇಸು ಸ್ವಾಮಿನ ಹಿಂಬಾಲಿಸೋದಕ್ಕಾಗಿ ಹೋಗ್ತಾ ಇದ್ದೀವಿ. കർത്താവ് പറയാണ്, ಆಗ ಕರ್ತನು ಹೇಳ್ತಾ ಇದ್ದಾರೆ, ആദ്യം അവൻ തന്നെത്താൻ നിഷേധിക്കണം. ಆಮೇಲೆ ಮೊದಲನೇದಾಗಿ ಆತನು ತನ್ನನ್ನೇ ತ್ಯಜಿಸಬೇಕು. സ്തോത്രം. ಆಮೇಲೆ പ്രൈസ് ദി ലോർഡ്. ಹಲ್ಲೆಲೂಯ. സ്തോത്രം. ಆಮೇಲೆ ഇനി ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണ്. ಆಮೇಲೆ ಒಂದು ಪ್ರಶ್ನೆಯನ್ನು ಕೇಳ್ತೀವಿ. അങ്ങനെ ಆತರವಾಗಿ തന്നെത്താൻ നിഷേധിച്ചിട്ട് ತನ್ನೇ ತ್ಯಜಿಸಿ യേശുവിനെ പിൻപറ്റിയ ಯೇಸು ಸ್ವಾಮಿನ ಹಿಂಬಾಲಿಸಿದ ആരെങ്കിലും ഇതിനകത്തുണ്ടോ? ಆಮೇಲೆ ಯಾರಾದ್ರಲ್ಲಿ ಇದನ್ನೊಳಗಡೆ ಇದ್ದಾರಾ? സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ಆಮೇಲೆ ദൈവത്തിന് സ്തോത്രം. ಹಲ್ಲೆಲೂಯ. ಆಮೇಲೆ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. ഈ വചനം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ സംസാരിക്കുമ്പോൾ ನಮ್ಮೊಟ್ಟಿಗೆ ಮಾತಾಡುವಾಗ ആരെങ്കിലും ಯಾರಾದ್ರೇನು തന്നെത്താൻ ത്യജിച്ചിട്ട് ತನ್ನನ್ನೇ ತ್ಯಜಿಸಿ ഉപേക്ഷിച്ചിട്ട്, ತನ್ನನ್ನೇ ಉಪೇಕ್ಷೆಯಾಗಿ ಎಣಿಸ್ಕೊಂಡು, സ്തോത്രം, ആമേൻ, എന്ന് പറഞ്ഞാൽ ആമേൻ, എല്ലാം പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ടിട്ട്, ಹಲ್ಲೆಲೂಯ, ಎಲ್ಲ അതാണ് ಸಂಪೂರ್ಣವಾಗಿ സമർപ്പിക്കപ്പെടുക. ಆಮೇಲೆ ದೇವರ ಮುಂದೆ ಸಂಪೂರ್ಣವಾಗಿ ಸಮರ್ಪಿಸಿಕೊಂಡು, ആമേൻ. യേശുവിനെ പിൻപറ്റി ആരെങ്കിലും ഉണ്ടോ? ಯೇಸು ಸ್ವಾಮಿನೇ ಹಿಂಬಾಲಿಸಿದವರು ಯಾರೆಲ್ಲೂ ಇದ್ದಾರಾ? സ്തോത്രം. ഞായറാഴ്ച നുണ പറയത്തില്ലെന്ന് എനിക്കറിയാം. ഞായറാഴ്ച ഒരു ദിവസം, പ്രൈസ് ദി ലോർഡ്, ശാബത്ത് നാളാണല്ലോ. സ്തോത്രം. സ്തോത്രം. ಭಾನುವಾರ ಒಂದು ದಿನ ನಾವು ಸುಳ್ಳು ಹೇಳುವುದಿಲ್ಲ. ആരെങ്കിലും അങ്ങനെ പൂർണ്ണമായിട്ട് സമർപ്പിച്ചിട്ട് ആമേൻ കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങുന്നുണ്ടോ? ഓൺ ചെയ്യും. സേവയ്ക്കല്ല, യേശുവിനെ പിൻപറ്റുന്ന സേവയുടെ കാര്യം. ശിഷ്യൻ, എല്ലാവരും ശിഷ്യരാണ്. എല്ലാവരും യേശുവിന്റെ ശിഷ്യനാണ്. അതുകൊണ്ട് എല്ലാവരെയും ഉദ്ദേശിച്ചാണ് പറയുന്നത്. ആരെങ്കിലും ഉണ്ടോ? ತನ್ನನ್ನೇ ಪೂರ್ಣವಾಗಿ ತ್ಯಜಿಸಿ ആരെങ്കിലും ഉണ്ടോ? ಹಿಂಬಾಲಿಸಿದವರು ಯಾರಲ್ಲೇ ಇದ್ದಾರಾ? ആരുമില്ല. ಆಮೇಲೆ ಯಾರು ಇಲ್ಲ. സ്തോത്രം. ಆಮೇಲೆ പ്രൈസ് ദി ലോർഡ്. ಹಲ್ಲೆಲೂಯ. കണ്ടോ, ഒരാൾ എന്നെ
പിൻപറ്റുവാൻ ആഗ്രഹിച്ചാൽ ಒಬ್ಬನು ನನ್ನನ್ನು ಹಿಂಬಾಲಿಸುವುದಕ್ಕಾಗಿ ಇಚ್ಛೆ ಪಟ್ಟಿದರೆ അവർ തന്നെത്താൻ ത്യജിക്കണം എന്ന് കർത്താവ് പറഞ്ഞു തന്നു. ಹಾಲೆಯಲ್ಲಿ ಅವನು ತನ್ನನ್ನೇ ತ್ಯಜಿಸಬೇಕು ಎಂಬುದಾಗಿ ದೇವರು ಹೇಳ್ತಾ ಇದ್ದಾರೆ. ഇതിനെക്കുറിച്ച് ഒരു ഉദാഹരണം ഞാൻ പറയാം. ಇದನ್ನೇ ಕುರಿತಾಗಿ ಒಂದು ಉದಾಹರಣೆಯನ್ನು ಹೇಳ್ತೀವಿ. ഈ കാലങ്ങളിലെല്ലാം നമുക്കൊരു 10-50 വർഷങ്ങൾക്ക് പിന്നിൽ വരെയും ಒಂದು 50 ವರ್ಷಗಳ ಹಿಂದೆವರೆಗೂ ഈ ഇപ്പോഴും ഉണ്ട് കേട്ടോ, സൗദി അറേബ്യയിലൊക്കെ ഉണ്ട് അടിമ എന്നൊരു പദം ഉണ്ട്. ಈಗ ಕೂಡ ಇದೆ. ಸೌದಿ ಅರೇಬಿಯಾ ದೇಶಗಳಲ್ಲೆಲ್ಲ ಗುಲಾಮರಾಗಿ ಹಿಡ್ಕೊಂಡು ಹೋಗುವುದು. യേശുവിന്റെ കാലങ്ങൾക്ക് പിന്നിൽ ಯೇಸು ಸ್ವಾಮಿಯ ಕಾಲಗಳ ಹಿಂದೆ അടിമത്തം ഭൂമിയിൽ വളരെ ശക്തമായിരുന്നു. ಗುಲಾಮರಾಗಿ ಹಿಡ್ಕೊಳ್ಳೋದು ಬಹಳ പുറകിലാൻ ശ്രദ്ധിക്കുന്നുണ്ടോ ಹಿಂದ್ಗಡೆ കേൾക്കാൻ പറ്റുമോ? ನಿಮ್ಗೆ നിങ്ങൾ ಕೇಳ್ತಾ പുതിയ ಇದ್ದೀರಾ? ആൾക്കാരുള്ളതുകൊണ്ടാണ് ഞാൻ പ്രസംഗം മാറ്റിയിട്ട് ഇതിങ്ങനെ നിർത്തി പറയുന്നത്. ನೀವು ಹೊಸಬ್ರು ಇರೋದಕ್ಕೇನೆ ಪ್ರಸಂಗವನ್ನು ಬಿಟ್ಟು ನಾನು ಈ ವಿಷಯಗಳೆಲ್ಲ ನಿಲ್ಲಿಸಿ ಹೇಳ್ತಾ സ്തോത്രം. ಇರೋದು. ಆಮೆನ್. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. ഒരു വ്യക്തിയെ അടിമയായിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞു. ಒಂದು ವ್ಯಕ್ತಿಯನ್ನೇ ಗುಲಾಮನಾಗಿ ಹಾಲಲ್ಲಿ ಕೊಡುವುದು ಅಂತ ಹೇಳಿದರೆ സ്തോത്രം. ശ്രദ്ധിക്കുന്നുണ്ടോ? ಆಮೇಲೆ ശ്രദ്ധിക്കുന്നുണ്ടോ? ಆಮೇನ್. സ്തോത്രം. അടിമയായിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ಗುಲಾಮನಾಗಿ ಕೊಡುವುದು ಅಂತ ಹೇಳಿದರೆ ആ വ്യക്തിയെ പൂർണ്ണമായിട്ട് വിൽക്കുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ಆ ವ್ಯಕ್ತಿಯನ್ನೇ ಪೂರ್ಣವಾಗಿ ಇನ್ನೊಬ್ಬನಿಗೆ ಹಾಲೆಲೂಯ ಮಾರುವುದಾಗಿದೆ. ഒരു യജമാനൻ ഒരാളെ കൊണ്ടുവരുന്നു, ಒಂದು ಯಜಮಾನ ಒಂದು ವ್ಯಕ್ತಿಯನ್ನ ಕರ್ಕೊಂಡ್ ಬರ್ತಾ ಇದೆ, അടിമച്ചന്തയിൽ നിർത്തുന്നു. ಅವನನ್ನು ಹಾಲೆಲೂಯ ಆ ತರವಾಗಿ ಸೇಲ್ ಮಾಡದ ಆ ಸಂತೆಯಲ್ಲಿ ನಿಲ್ಲಿಸುತ್ತಾರೆ. ആ അടിമയ്ക്ക് ഒരു വിലയിടുകയാണ്. ಆ ಗುಲಾಮತಲ್ಲಿ ಇರುವ ವ್ಯಕ್ತಿಗೆ ಹಾಲಲ್ಲಿ ಒಂದು ಬೆಲೆಯನ್ನು ಹಾಕ್ತಾನೆ. 20 വെള്ളിക്കാശ്. 20 ಬೆಳ್ಳಿ ಕಾಸು. ജോസഫിനെ വിറ്റത് 20 വെള്ളിക്കാശിനാണ്. യോസഫിനെ അവര് മാറിയത് 20 ಬೆಳ್ಳಿ ಕಾಸಿಗೆ. ജോസഫിന് 20 വെള്ളിക്കാശ് വില വരാൻ കാരണം യോസഫിനിಗೆ 20 ಬೆಳ್ಳಿ ಕಾಸು ಬೆಲೆ ಬರೋದಕ್ಕೆ ಕಾರಣ ജോസഫ് ഒരു ഊനമില്ലാത്ത ഒരു യൗവനക്കാരനായിരുന്നു. ಆಮೇಲೆ ಯೋಸೇಫನು ಯಾವುದೇ ವಿಧವಾದ ಹಾಲಲ್ಲಿ ಯಾವುದೇ ವಿಧವಾದ ತೊಂದರೆಗಳು ಇಲ್ಲದಿರೋ ಒಂದು ഒരു ವ್ಯಕ್ತಿ. കുറവില്ലാത്ത ഒരു മനുഷ്യന് 20 രൂപ വരെ വില വരും. ಯಾವುದೇ ವಿಧವಾದ ಕೊರತೆಗಳು ಇಲ್ಲದಿರದ ಒಂದು ವ್ಯಕ್ತಿಗೆ 20 ಬೆಳ್ಳಿ ಕಾಸು ಹಾಲೆಲೂಯ ಬೆಲೆ ಸಿಕ್ಕುತ್ತದೆ. ആരെങ്കിലും വന്ന് വില പറഞ്ഞ് ഈ വ്യക്തിയെ മേടിച്ചാൽ ಯಾರೆಲ್ಲೂ ಬೆಲೆಯನ್ನು ಹೇಳಿ ಈ ವ್ಯಕ್ತಿಯನ್ನು ಕೊಂಡುಕೊಂಡ್ರೆ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ಆಮೇನ್. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ಆಮೇನ್. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ നമുക്ക് ആയിരിക്കാം. ആമേൻ. നാം പ്രാർത്ഥനಯಿಂದ ഈ ഫീഡ്ബാക്ക് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒന്ന് വിഷമിക്കുന്നത്. സ്തോത്രം. ഇവിടെ കേൾക്കത്തില്ല, അവരിങ്ങനെ തിരിച്ചുകൊണ്ടിരിക്കുക ഇവിടെ. ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ 20 വെള്ളിക്കാശാണ് അതിന് പറയുന്നത്. 20 ಬೆಳ್ಳಿ ಕಾಸಾಗಿದೆ ಅವರು ಹೇಳ್ತಾ ಇರುವುದು. ഒരു വ്യക്തിയെ അടിമയായിട്ട് പിടിച്ചാൽ, ಒಂದು ವ್ಯಕ್ತಿಯನ್ನು ಗುಲಾಮನಾಗಿ ಹಿಡ್ಕೊಂಡಿದ್ರೆ, കൊണ്ടുപോയാൽ, ಅವನ ಆತರವಾಗಿ ಕರ್ಕೊಂಡು ಹೋದರೆ അന്ന് മുതൽ ಅವತ್ತಿಂದ ഈ വ്യക്തിയുടെ എല്ലാ സ്വാതന്ത്ര്യവും എന്താകുക? ഇല്ലെന്നാകുക. ಆಮೇಲೆ ಅವತ್ತಿನಿಂದ ಆ ವ್ಯಕ್ತಿಯ ಎಲ್ಲ ಸ್ವಾತಂತ್ರ್ಯವನ್ನು ವಿಚ್ಛೇದಿಸಲ್ಪಡುತ್ತದೆ. ചില അടിമകളെ കാലിൽ ചങ്ങലയിട്ടാണ് ജോലി ചെയ്യിപ്പിക്കുന്നത്. ಆಮೇಲೆ ಕೆಲವು ಹಾಲಲ್ಲಿ ಆತರವಾಗಿ ಗುಲಾಮರಾಗ ವ್ಯಕ್ತಿಗಳನ್ನು ಕಾಲಲ್ಲಿ അടിമയുടെ ಸಂಗಲಿ ಹಾಕಿ ഏറ്റവും ಕೆಲಸ വലിയ ಮಾಡಿಸ್ತಾರೆ. പ്രത്യേകത ಆತರಾಗಿ ಗುಲಾಮನ ದೊಡ್ಡ ಒಂದು ಪ್ರತ್ಯೇಕತೆ, അവന് സ്വന്തമായി ചിന്തിക്കാൻ അനുവാദമില്ല. ಅವನಿಗೆ ಆ ವ್ಯಕ್ತಿ ವೈಯಕ್ತಿಕವಾಗಿ ಚಿಂತೆ ಮಾಡೋದಕ್ಕೆ ಯಾವುದೇ ವಿಧವಾದ ಸ್ವಾತಂತ್ರ್ಯವಿಲ್ಲ. അഭിപ്രായം പറയാൻ പറ്റുകയില്ല. ಆತನಿಗೆ ಆತನ ಅಭಿಪ್ರಾಯ ಹೇಳೋದಕ್ಕೆ ಸ್ವಾತಂತ್ರ್ಯವಿಲ್ಲ. സ്തോത്രം. ಆಮೇಲೆ അവന്റെ അഭിപ്രായം യജമാനന്റെ ഇഷ്ടമാണ്. ಆಮೇಲೆ ಆತನ ಅಭಿಪ್ರಾಯವು ಹಾಲಲ್ಲಿ ಆತನ ಯಜಮಾನನ ಇಷ್ಟ ಮಾತ್ರವಾಗಿದೆ. അവന്റെ ശരീരവും ಅವನ ಶರೀರವು, അവന്റെ മനസ്സും ಅವನ ಮನಸ್ಸು, അവന്റെ ആരോഗ്യവും ಅವನ ಆರೋಗ್ಯವು, അവന്റെ ആയുസ്സും ಅವನ ಆಯುಸ್ಸು അവൻ ആമേൻ വിറ്റിരിക്കുകയാണ് യജമാനു വേണ്ടി. ಆಮೇಲೆ ಹಾಲಲ್ಲಿ ಅದೆಲ್ಲ ಆ ಯಜಮಾನಕ್ಕೋಸ್ಕರವಾಗಿ ಅವನು ಮಾರ್ಪಟ್ಟಿದೆ, ಅವನು ಸೇಲ್ ಮಾಡಿದ್ದಾನೆ. രംഗനാഥ് ബ്രദർ അങ്ങോട്ടോട്ട് പോയി. ಆಮೇಲೆ രംഗനാഥ് ബ്രദർ എവിടെ പോയത് എനിക്ക് അറിഞ്ഞുകൂടാ. പ്രൈസ് ദി ലോർഡ്. ಬ್ರದರ್ ഹല്ലേലൂയ. ಹೋಗಿದ್ದಾರೆ. രംഗനാഥ് ബ്രദറിന്റെ അടുത്ത് നിന്ന് ഞങ്ങളൊരു അടിമ സ്ത്രീയെ മോചിപ്പിച്ചുകൊണ്ട് വന്നു. ರಂಗನಾಥ್ ಬ್ರದರ್ ಇಲ್ಲಿ ಕೂತಿದ್ರೆ ಅವ್ರು ಆಚೆಗೆ ಹೋಗಿದ್ದಾರೆ. ಅವರ ಹತ್ರದಿಂದ ಒಂದು ಗುಲಾಮರಾಗ ಸ್ತ್ರೀಯನ್ನು ನಾವು ಕರ್ಕೊಂಡ್ ಬಂದಿದ್ರು. ലക്ഷ്മമ്മ അല്ലേ? ലക്ഷ്മമ്മ എന്നൊരു സ്ത്രീയെ മോചിപ്പിച്ചുകൊണ്ട് വന്നു. ಲಕ್ಷ್ಮಮ್ಮ ಎಂಬುದಾಗಿರುವ ಒಂದು ಸ್ತ್ರೀಯನ್ನು ಆತನ ಗುಲಾಮತನ ബാല്യത്തിലെ അവിടെ കല്ല് പണിക്ക് ചേർന്ന സ്ത്രീയായിരുന്നു. ಆಕೆಯು ಹಾಲಲ್ಲಿ ಚಿಕ್ಕ ವಯಸ್ಸಿನಿಂದ ಕಲ್ಲು ಕಟ್ಟುವ ಕೆಲಸದಲ್ಲಿ ಸೇರ್ಕೊಂಡಿದ್ದ. ആരോ ഒരു ഓണർ ആ പുള്ളിക്കാരിയെ വിലയ്ക്ക് മേടിച്ച പോലെ അവിടെ കൊണ്ടുകിട്ടും. ಯಾರೋ ಬೆಲೆ ಕೊಟ್ಟುಕೊಂಡ ತರವಾಗಿ ಆ ಹುಡುಗಿಯನ್ನು ಅವರ ಮನೆಗೆ ಕರ್ಕೊಂಡೋಗಿ ಬಿಟ್ರು. 40 വയസ്സോളം വരും. ಆಗ ಆಕೆಗೆ ಒಂದು 40 ವಯಸ್ಸು ಬರ್ತಾ ಇತ್ತು. ബാല്യം മുതൽ ഇവർ ഈ പാറമടയിൽ ജോലിയെടുക്കുക, കല്ല് പണിയാ.
ಆ ಚಿಕ್ಕ ವಯಸ್ಸಿಂದ ಬಾಲ್ಯಕಾಲದಿಂದ ಆಕೆಯು ಹಾಲಲು ಈ ತರವಾಗಿ ಹಾಲಲು ಕಲ್ಲು ಕೆಲಸಗಳು ಮಾಡ್ತಾ ಇದ್ರು. അവർക്ക് കൂലി കൊടുക്കത്തില്ല. ಆಕೆಗೆ ಏನು ಕೂಲಿಯನ್ನು ಕೊಡುವುದಿಲ್ಲ. അവര് ട്രാക്ടറൊക്കെ ഓടിക്കും, വണ്ടിയൊക്കെ ഓടിക്കും, കല്ലുപണിയൊക്കെ ചെയ്യും, പക്ഷെ കൂലിയില്ല. ಆಕೆ ಟ್ರಾಕ್ಟರ್ ಓಡಿಸ್ತಾರೆ, ಗಾಡಿಯನ್ನು ಓಡಿಸ್ತಾರೆ, ಹಾಲಲು ಈ ತರವಾಗಿ ಬಿಲ್ಡಿಂಗ್ ಕೆಲಸಗಳು ಮಾಡ್ತಾರೆ, ಆದ್ರೆ ಕೂಲಿ ಮಾತ್ರ ಆಕೆಗೆ ಕೊಡ್ತಾ ಇರಲಿಲ್ಲ. എനിക്ക് തോന്നുന്നു പ്രിയ സഹോദരൻ രംഗനാഥാന്ന് തോന്നുന്നു എന്നോട് ഈ വിഷയം പറഞ്ഞത്. ಆಮೇಲೆ ಹಾಲಲು ಈ ರಂಗನಾಥ್ ಬ್ರದರೇ ನನ್ನ ಹತ್ರ ಈ ವಿಷಯವನ್ನು ಹೇಳಿರ್ಬೋದು. ഞങ്ങൾ അവിടെ പോയി, ನಾವಲ್ಲಿ ಹೋಗಿದೆ. ദൈവത്തിന് സ്തോത്രം, ആമേൻ. അവര് ചർച്ചയിൽ വരാനായിട്ട് തുടങ്ങി. ಅವರು ಚರ್ಚಲ್ಲಿ ಬರೋದಕ್ಕೆ ಪ್ರಾರಂಭವಾಗಿದ್ರು. സ്തോത്രം. ಆಮೇಲೆ എന്നാൽ ഒരു ദിവസം അവിടെ അവളുടെ യജമാനൻ നമ്മുടെ ചർച്ചിന്റെ മുമ്പിൽ വന്ന് ആ സ്ത്രീയെ ബലമായിട്ട് പിടിച്ചോണ്ട് പോയി. ಆದ್ರೆ ಒಂದು ದಿನ ಹಾಲಲ್ಲಿ ಆಕೆ ಯಜಮಾನನು ನಮ್ಮ ಚರ್ಚ್ ಮುಂದೆ ಬಂದ್ಬಿಟ್ಟು ಆಕೆಯನ್ನು ಬಲವಂತವಾಗಿ ಕರ್ಕೊಂಡು ಹೋಗಿದ್ರು. അതിനുശേഷം ഞാൻ അദ്ദേഹത്തെ വിളിച്ചു. ನಂತರವಾಗಿ ನಾನು ಆತನನ್ನು ಕರೆದರು. ഞാൻ സാധാരണ വിളിച്ച് ഞാൻ സ്ട്രോങ് ആയിട്ട് സംസാരിക്കും. ಹಾಲಲ್ಲಿ ಆತರವಾಗಿ ನಾನು ಕರೆದ್ರೆ ಬಹಳ ಸ್ಟ್ರಾಂಗ್ ಆಗಿ ನಾನು ಹಾಲಲ್ಲಿ ഞാൻ അയാളോട് വളരെ ಮಾತಾಡ್ತೀನಿ. സ്ട്രോങ് ആയിട്ട് സംസാരിച്ചു. ನಾನು ಆತನಿಗೆ ಬಹಳ ಕಠಿಣವಾಗಿ ಮಾತಾಡ್ತೀವಿ. അപ്പൊ അയാൾ പറഞ്ഞു, ഇത്ര രൂപ തരുവാണെങ്കിൽ ലക്ഷ്മമ്മനെ ഓർക്കുന്നുണ്ടോ? ನೆನಪಿದೆಯಾ? ನಾವು ಅಲ್ಲಿಂದ ಬಿಡಿಸಿಕೊಂಡು ಬಂದ ಆ സഹോദരി വിഷയം ಹೇಳ್ತಾ ಇದೆ. ಪ್ರೈಸ್ ಲಾರ್ಡ್. ಹಾಲೆಲೂಯಾ. ഹല്ലേലൂയ. ഇത്ര രൂപ കൊടുത്താൽ അവരെ വിടാമെന്ന് പറഞ്ഞു. ಆವಾಗ ಆಕೆಯ ಗಂಡನು ಹೀಗೆ ಹೇಳಿದ್ರು, ಇಷ್ಟು ಲಕ್ಷ ರೂಪಾಯಿ ನೀವು ನನಗೆ ಕೊಟ್ಟಿದರೆ ನಾನು ಆಕೆಯನ್ನು ಬಿಟ್ಟು ಕೊಡ್ತೀನಿ ಎಂದು. ലക്ഷമൊന്നുമല്ല, ഇത്ര രൂപ. ಆಮೇಲೆ ಇಷ್ಟು ದುಡ್ಡನ್ನು ಕೊಟ್ಟಿದರೆ ಆಕೆಯನ್ನು ಬಿಟ್ಟು ಕೊಡ್ತೀನಿ ಅಂತ ಹೇಳಿದ್ರು. പ്രൈസ് ലോർഡ്. അന്ന് ഞങ്ങൾ സഹോദരന്മാരുമായിട്ട് ഈ കാര്യം ഷെയർ ചെയ്തു. എല്ലാവരും കൂടെ കൂടി പിരിവെടുത്തു. അവര് പറഞ്ഞ പൈസ കൊണ്ട് കൊടുത്തു. ലക്ഷ്മമ്മേനെ ഞങ്ങള് പിലികലകളിലേക്ക് കൊണ്ടുവന്നു. ആദ്യം ഞങ്ങളോട് താമസിപ്പിച്ചു, പിന്നെ പിലികലകളിലേക്ക് കൊണ്ട് താമസിപ്പിച്ചു. ನಂತರವಾಗಿ ಹಾಲಲ್ಲಿ ನಾವು ಚರ್ಚಲ್ಲಿ ಎಲ್ಲರೂ ಸೇರಿ ಹಾಲಲ್ಲಿ ಡಿಸ್ಕಷನ್ ಮಾಡಿಬಿಟ್ಟು ಸ್ವಲ್ಪ ಹಣವೆಲ್ಲ ಸೇರಿಸ್ಕೊಂಡು ಅವರು ಹೇಳಿದ ಹಣವನ್ನು ತಗೊಂಡು ಕೊಟ್ಟು ಆಕೆಯನ್ನು ಅಲ್ಲೇನೆ ಬಿಡಿಸಿ ನಮ್ಮ ಜೊತೆಯಲ್ಲಿ ಕರ್ಕೊಂಡ್ಬಂದು ಸ್ವಲ್ಪ ದಿವಸ ನಮ್ಮ ಜೊತೆಲಿ ಇಟ್ಕೊಂಡು ಮತ್ತೆ ಪಿಲ್ಗನಗಳ್ಳಿಯಲ್ಲಿ ಕರ್ಕೊಂಡೋಗಿ ಇಟ್ಟಿದ್ರು. പ്രൈസ് ലോർഡ്. ಆಮೇಲೆ കേൾക്കുന്നുണ്ടോ? കേൾക്കാണോ? സ്തോത്രം. ആമേൻ. കുറെ കാലം കഴിഞ്ഞപ്പോൾ ಸ್ವಲ್ಪ ಕಾಲವಾಗಿದೆ ನಂತರ ലക്ഷ്മമ്മ ചർച്ച് വിട്ടു. ಆಕೆಯು ಚರ್ಚನ್ನು ಬಿಟ್ಟಿದ್ರು. ഞാൻ അന്വേഷിച്ചു, എന്താ ലക്ഷ്മമ്മ ചർച്ച് വിട്ടത്? ನಾವು ಕೇಳಿದ್ರೆ ಲಕ್ಷ್ಮಮ್ಮ ಯಾಕೆ ನೀವು ಚರ್ಚನ್ನು ಬಿಟ್ಟಿದ್ರ? അപ്പം പറയാണ്, കൂടെ ജോലി ചെയ്യുന്ന ഒരാളുമായിട്ട് ലവ് ആയിരിക്കുകയാണ്. ಆಮೇಲೆ ಹಾಗೆ 40 വയസ്സ് 42 വയസ്സുണ്ട്. ಆಕೆಗೆ 42 ವಯಸ್ಸಿದೆ. ಜೊತೆಯಲ್ಲಿ ಕೆಲಸ ಮಾಡದೊಂದು ಹುಡುಗ ಜೊತೆಯಲ್ಲಿ ಲವ್ ಆಗಿದ್ದಾರೆ. ആരാ വിടുവിച്ചത്? ಯಾರಾಗಿದೆ ಬಿಡುಗಡೆ വിടുവിച്ചത് യേശുവാ. ಆಮೇಲೆ ಬಿಡುಗಡೆ ഇപ്പൊ ಕೊಟ್ಟಿದ್ದು ലക്ഷ്മമ്മ ಯೇಸುವೇ ಆಗಿದೆ. ആരെയാ ಇಷ್ಟപ്പെടുന്നത്? ಆದ್ರೆ ಆಕೆ ಇವಾಗ ಯಾರನ್ನು ಇಷ್ಟಪಡ್ತಾ ಇದ್ದಾರೆ? ലോകക്കാരനൊരുത്തനെ ഇഷ്ടപ്പെടുക. ಆಮೇಲೆ ಲೋಕದಲ್ಲಿ ಇರೋದೊಂದು ವ್ಯಕ್ತಿನೇ ಇಷ್ಟಪಡ್ತಾ ಇದ್ದಾರೆ. ലക്ഷ്മമ്മേനെ കുളിപ്പിച്ചതും വസ്ത്രം വളക്കിയതും തുണി കൊടുത്തതും ഒക്കെ ഞങ്ങൾ ഇന്ന് ഓർക്കുന്നു. കാരണം ലക്ഷ്മമ്മയെ ആരും വീട്ടിൽ താമസിപ്പിക്കുന്നത് അതുപോലത്തെ സ്മെല്ലായിരുന്നു. ಆಮೇಲೆ ಲಕ್ಷ್ಮಣನ ಯಾರಿಗೂ ಮನೆಯಲ್ಲಿ ವಾಸ ಮಾಡಿಸೋದಕ್ಕೆ ಕೊಡ್ತಾ ಇರ್ಲಿಲ್ಲ, ಯಾಕಂದ್ರೆ ಅಷ್ಟು ಸ್ಮೆಲ್ಲು. ಆಕೆನೆ ಸ್ನಾನ ಮಾಡಿಸೋದು, ಬಟ್ಟೆ ആ ಕೊಟ್ಟದೆಲ್ಲ ನಮ್ಗೆ ദിവസങ്ങളിൽ ഞങ്ങളുടെ കൂടെ ನೆನಪಲ್ಲಿ. ലക്ഷ്മമ്മ താമസിച്ചു. ಆಮೇಲೆ ಸ್ವಲ್ಪ ಕಾಲ ಆಕೆ ನಮ್ಮ ಜೊತೆಯಲ್ಲಿನೇ ಜೀವಿಸಿದರು. പക്ഷേ ലക്ഷ്മമ്മ വൃത്തിയായി, ಆದ್ರೆ ಆಕೆಯು ಹಾಲಲ್ಲಿ ಚೆನ್ನಾಗಿ ಒಳ್ಳೆ വീടായി, ನೀಟಾಗಿದ್ರು. ജോലിയായി, ಆಕೆಗೆ ಮನೆ ಆಯ್ತು, ಕೆಲಸ സ്തോത്രം, ಆಯ್ತು. ശമ്പളം വരാൻ തുടങ്ങി. ಆಕೆಗೆ ಸಂಬಳ ಬರೋದಕ್ಕೆ ಸ್ಟಾರ್ಟ್ ലക്ഷ്മമ്മ ಆಯ್ತು. യേശുവിനെ വിട്ടു. ಆವಾಗ ಲಕ್ಷ್ಮಮ್ಮ ಯೇಸು ಸ್ವಾಮಿನೇ ಬಿಟ್ಟು ಬಿಟ್ಟಿದ್ರು. സ്തോത്രം. ಆಮೇಲೆ ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ಹೇಳದ ಅರ್ಥ ಆಗ್ತಾ ಇದೆ? ആമേൻ. ഒരു ആ ലക്ഷ്മമ്മ അവിടെ ആയിരുന്ന കാലഘട്ടങ്ങളിൽ ಲಕ್ಷ್ಮಮ್ಮ ಅಲ್ಲಿ ಆಗಿರದ ಕಾಲದಲ್ಲಿ ലക്ഷ്മമ്മയ്ക്ക് സ്വാതന്ത്ര്യമില്ല. ಆಕೆಗೆ ಸ್ವಾತಂತ್ರ್ಯವಿರಲಿಲ್ಲ. ഇതുപോലെയാണ് ഒരു അടിമ, സ്തോത്രം, ആമേൻ, ഏതെങ്കിലും ഒരു യജമാനന് വിൽക്കപ്പെട്ടാൽ ഉണ്ടാകുന്നത്. ಆಮೇಲೆ ಆ ತರವಾಗಿದೆ. ಯಾವುದೇ ಒಂದು ಹಾಲಲ್ಲಿ ವ್ಯಕ್ತಿ ಗುಲಾಮನಾಗಿ ಒಂದು ಯಜಮಾನನಿಗೆ ಹಾಲಲ್ಲಿ ಮಾರ್ಪಟ್ಟಿದ್ರೆ ಆ ವ್ಯಕ್ತಿಯ ಅವಸ್ಥೆಯು. പ്രൈസ് ലോർഡ്. ಆಮೇಲೆ സ്തോത്രം. ಅಲ್ಲೇನು പ്രൈസ് ലോർഡ്. അപ്പോൾ ഈ സമർപ്പിക്കുക എന്ന പദം, ಆಮೇಲೆ ಸಮರ್ಪಿಸುವುದು ಎಂದ ಪದವು ദൈവത്തിന്റെ ആത്മാവ് എഴുതിയിരിക്കുന്നത്, ಆಮೇಲೆ ದೇವರ ಆತ್ಮನು ಬರೆದಿದ್ದು, ഒരുവൻ യേശുവിന്റെ ശിഷ്യനാകുവാൻ തീരുമാനിച്ചാൽ, ಆಮೇಲೆ ಒಬ್ಬನ ಯೇಸುವಿನ ಶಿಷ್ಯನಾಗೋದಕ್ಕಾಗಿ ಇಚ್ಛೆ ಪಟ್ಟಿದರೆ, ഒരു സഹോദരിയോ ഒരു സഹോദരനോ, ಒಂದು ಸಹೋದರನಾಗಲಿ ಒಂದು ಸಹೋದರಿ ആ ಆಗಲಿ, വ്യക്തി ಆ ವ್ಯಕ್ತಿಯು സ്വന്തം ഇഷ്ടം ത്യജിക്കണം. ಆಮೇಲೆ ಹಾಲಲ್ಲಿ ಸ್ವಂತ ಇಷ್ಟಗಳನ್ನು ತ್ಯಜಿಸಬೇಕು. സ്തോത്രം. ಆಮೇಲೆ എന്ത് ഇല്ലിപ്പം? ಆಮೇಲೆ ಏನಿಲ್ಲ ಹೀಗೆ. അടിമയ്ക്ക് സ്വന്തം അഭിപ്രായമില്ല. ಆಮೇಲೆ ಒಂದು ಗುಲಾಮನಾಗಿರುವ ವ್ಯಕ್ತಿಗೆ ಸ್ವಂತವಾದ ಅಭಿಪ್ರಾಯಗಳು ಇಲ್ಲ. സ്തോത്രം. ಆಮೇಲೆ സ്വന്തമായ ചൂസ് ഇല്ല. ಆಮೇಲೆ ಸ್ವಂತವಾಗಿ ಒಂದು ವಿಷಯವನ್ನು ಆರಿಸಿಕೊಳ್ಳೋದಕ್ಕೆ ಆಕೆಗೆ ಹಾಲಲ್ಲಿ ಪರ್ಮಿಷನ್ ಇಲ್ಲ. ദൈവത്തിന് സ്തോത്രം. ಆಮೇಲೆ ആമേൻ. അടിമയ്ക്ക് അവന്റേതായ സന്തോഷമില്ല. ಗುಲಾಮನಿಗೆ ಆತನಿಗೆ ವ್ಯಕ್ತಿಗತವಾದ ಯಾವುದೇ അവന്റെ ಸಂತೋಷಗಳಿಲ್ಲ. സന്തോഷം അവന്റെ യജമാനനാണ്.
ಆತನ ಸಂತೋಷವು ಆತನ ಯಜಮಾನಲ್ಲಿ ಇರದ ಸಂತೋಷ ಮಾತ್ರ. അവന് സ്വന്തമായ ഒരു ജീവിതമില്ല. ಆತನಿಗೆ ಸ್ವಂತವಾಗಿ ವೈಯಕ್ತಿಕವಾಗಿ ಒಂದು അവന്റെ ಜೀವನವಿಲ್ಲ. ആയുസ് അവന്റെ യജമാനു വേണ്ടിയുള്ളതാണ്. ಆತನ ಆಯುಸ್ಸು ಪೂರ್ತಿ ಆತನ ಯಜಮಾನಕ್ಕೋಸ್ಕರವಾಗಿದೆ. Praise the Lord. ആമേൻ. യേശു ഇങ്ങനെ പറഞ്ഞു, ಯೇಸು ಸ್ವಾಮಿ ಹೀಗೆ ഒരുവൻ എന്നെ പിൻപറ്റാൻ ഇച്ഛിച്ചാൽ, ಒಬ್ಬನು ನನ್ನನ್ನು ಹಿಂಬಾಲಿಸಿದ ആരെങ്കിലും ഒരുവൻ പിൻപറ്റാൻ ഇച്ഛിച്ചാൽ, ಯಾರಲ್ಲಿ ಒಬ್ಬನು ನನ್ನನ್ನು ಹಿಂಬಾಲಿಸಿದ ആരെങ്കിലും യേശുവിന്റെ ശിഷ്യനാകാൻ ആഗ്രഹിച്ചാൽ, ಯಾರಲ್ಲೂ ಯೇಸು ಸ್ವಾಮಿಯ ಶಿಷ್ಯನಾಗದಕ್ಕೆ ಇಚ್ಛೆ ಪಟ್ಟಿದ್ದಾರೆ, എനിക്ക് യേശുവിന്റെ പിന്നാലെ പോകണമെന്ന് തീരുമാനിക്കുന്നുണ്ടെങ്കിൽ, ಆಮೇ ನಾನು ಯೇಸು ಸ್ವಾಮಿನ ಹಿಂಬಾಲಿಸ್ತೀನಿ ಎಂಬುದಾಗಿ ತೀರ್ಮಾನ ആ വ്യക്തി തന്റെ എല്ലാ സുഖങ്ങളെയും ത്യജിക്കണം എന്നാണ് യേശു പറഞ്ഞത്. ಆಮೇ ಆ ವ್ಯಕ್ತಿ ತನ್ನ ಎಲ್ಲಾ ಸುಖಗಳನ್ನು ತ್ಯಜಿಸಬೇಕು ಎಂಬುದಾಗಿ ಯೇಸು അവനിപ്പോൾ ഒരു സന്തോഷമേ ഉള്ളൂ. ಆಮೇ ಆತನಿಗೆ ಈಗ ಒಂದೇ അത് ಒಂದು ಸಂತೋಷ. അവന്റെ യജമാനന്റെ സന്തോഷമാണ്. ಆಮೇ ಅದು ಆತನ ಯಜಮಾನನ ಸಂತೋಷವಾಗಿದೆ. അവനിപ്പോൾ ഒരു ആഗ്രഹമേ ഉള്ളൂ. ಅವನಿಗೆ ಈಗ ಒಂದೇ ಒಂದು ಆಸೆ അത് ಇರುವುದು. അവന്റെ യജമാനന്റെ ആഗ്രഹമാണ്. ಆಮೇ ಅದು ಆತನ ಯಜಮಾನನ ಇಚ್ಛೆಗಳಾಗಿದೆ. അവനിപ്പോൾ ഒരൊറ്റ തീരുമാനമേ ഉള്ളൂ. ಈಗ ಆತನಿಗೆ ಒಂದೇ ಡಿಸಿಷನ್ അത് ಇದೆ. യജമാനന്റെ തീരുമാനമാണ്. ಆಮೇ ಅದು ಯಜಮಾನನ ತಗೊಳ್ಳುವ ಡಿಸಿಷನ್ ಆಗಿದೆ. Praise the Lord. ಆಮೇ Praise the Lord. ಆಮೇ സ്തോത്രം. Hallelujah. ആരെങ്കിലും യജമാനന്റെ തീരുമാനത്തിൽ ജീവിതം വിട്ടിട്ടുണ്ടോ? ಯಾರೆಲ್ಲೂ ಯಜಮಾನನ ತೀರ್ಮಾನದಲ್ಲಿ ಬಿಟ್ಟು ಬಿಟ್ಟಿದ್ದೀರಾ? യജമാനന്റെ സന്തോഷമാണ് എന്റെ സന്തോഷം എന്ന് പറഞ്ഞിട്ടുണ്ടോ? ಆಮೇ ಯಜಮಾನನ ಸಂತೋಷವಾಗಿದೆ ನನ್ನ ಸಂತೋಷವೆಂದು ഞാൻ ಹೇಳಿದ್ದೀರಾ? എനിക്കായിട്ട് ഇനി ജീവിക്കത്തില്ല, യജമാനന് വേണ്ടി ജീവിക്കുന്നു. ನಾನು ನನಗಾಗಿ ಇನ್ನು ಜೀವಿಸುವುದಿಲ್ಲ, ഞാൻ ಯಜಮಾನನಿಗಾಗಿ എനിക്കായല്ല ಜೀವಿಸುತ್ತೇನೆ. ജീവിക്കുന്നു, ഞാൻ യേശുവിനായി ജീവിക്കുന്നു. ಆಮೇ ನಾನು ನನಗಾಗಿ ಜೀವಿಸ್ತಾ ಇಲ್ಲ, ನನ್ನ ಯಜಮಾನಕ್ಕಾಗಿ ಜೀವಿಸ್ತೇನೆ ഇനി ಹೇಳ್ತೀರಾ? ജീവിക്കുന്ന ഞാനല്ല, യേശു എന്നിൽ ജീവിക്കുന്നു. ಆಮೇ ಈಗ ನಾನೆಲ್ಲ ಜೀವಿಸುವುದು ಯೇಸು ನನ್ನಲ್ಲಿ ഇനി ആരും എന്നെ ಜೀವಿಸುತ್ತಾ ಇದೆ. കഷ്ടപ്പെടുത്തരുത്, ഞാൻ യേശുവിനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ಆಮೇ ಹಾಲೆಲು ನಿನ್ನ ಯಾವುದೇ ಹಾಲೆಲು സ്തോത്രം. Praise the Lord. എന്നാരെങ്കിലും തീരുമാനിക്കുന്നുണ്ടോ? ಆಮೇ ಎಂದು ಎಂಬುದಾಗಿ ಯಾರೆಲ್ಲ ತೀರ್ಮಾನ ತಗೊಳ್ತೀರಾ? സ്തോത്രം. ಆಮೇ ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേ. അപ്പോൾ ഈ പഴയ നിയമം പോലെ അല്ല പുതിയ നിയമം. ಹಳೆ ಒಡಂಬಡಿಕೆ ತರವಲ್ಲ, ಹೊಸ ಒಡಂಬಡಿಕೆಯೋ. സ്തോത്രം. ಆಮೇ. പഴയ നിയമത്തില് ഒത്തിരി സ്വാതന്ത്ര്യമുണ്ട്. ಹಳೆ ಒಡಂಬಡಿಕೆಯಲ್ಲಿ ಹಾಲೆಲೂಯ ತುಂಬಾ ಸ್ವಾತಂತ್ರ್ಯಗಳು ಉಂಟು. പുതിയ നിയമത്തിൽ ಆದ್ರೆ ಹೊಸ ಒಡಂಬಡಿಕೆಯಲ್ಲಿ നമ്മുടെ സ്വാതന്ത്ര്യമെല്ലാം ನಮ್ಮ ಸ್ವಾತಂತ್ರ್ಯವೆಲ್ಲ നമ്മുടെ യജമാനന്റെ ഇഷ്ടങ്ങൾ മാത്രമാണ്. ಆಮೇ ನಮ್ಮ ಯಜಮಾನನ ಇಷ್ಟಗಳು ಮಾತ್ರವಾಗಿದೆ. സ്തോത്രം. ಆಮೇ. Praise the Lord. ಹಲ್ಲೆಲೂಯ. Praise the Lord. ಆಮೇ. അപ്പോൾ ആമേൻ, ഇവിടെ പറയുന്ന ആരെങ്കിലും എന്നെ പിൻപറ്റാൻ ഇച്ഛിച്ചാൽ, ಯಾರಾದ್ರಲ್ಲಿ ನನ್ನನ್ನು ಹಿಂಬಾಲಿಸೋದಕ್ಕೆ ಆಸೆ ಪಟ್ಟಿದರೆ ആ വ്യക്തി തന്നെത്താൻ നിഷേധിക്കണം. ಆಮೇ ಆ ವ್ಯಕ್ತಿ ತನ್ನನ್ನೇ ತ್ಯಜಿಸಬೇಕು. സ്തോത്രം. ಆಮೇ. സ്തോത്രം. ಆಮೇ. നാട്ടിൽ ഇങ്ങനെ ഒരു പഴഞ്ചൊല്ലുണ്ട്. ಊರಲ್ಲಿ ಹೀಗೆ ಒಂದು ಗಾದೆ ಹೇಳ್ತಾರೆ. ആമേൻ. ഉത്തരത്തേലുള്ളത് എടുക്കുകയും ചെയ്യണം, കക്ഷത്തിലുള്ളത് പോവുകയും ചെയ്യരുത്. ಆಮೇ ಹಾಲೆಲ್ಲ ಕಟ್ಟಳ ಪಡಿ ಮೇಲೆ ಇರುವುದು ಎತ್ತಲೇಬೇಕು, ಆದ್ರೆ ಹಾಲೆಲೂಯ Praise the Lord. ಆಮೇ. കക്ഷത്തിലുള്ളത് പോവുകയും ചെയ്യരുത്. ಆಮೇ. സ്തോത്രം. ಓಕೆ ಅದು ആ ಓಕೆ. 20 ಹೋಗಬಾರದು. ಆಮೇ ಹಾಲಲ್ಲಿ ಅಲ್ಲಿ ಇಟ್ಟಿದ್ದು ಬೀಗ ಕೆಳಗಡೆ ಬೀಳಬಾರದು, ಮೇಲೆ ಇಟ್ಟಿದ್ದು ಎತ್ತಲು ಬೇಕು, ಹಾಗೆ ಒಂದು സ്തോത്രം. ಗಾದೆ. ಆಮೇ. നമുക്ക് ഈ ലോകത്തിലുള്ളത് ഒന്നും ഇടാൻ മനസ്സില്ല. ಆಮೇ. ನಮ್ಗೆ ಈ ಲೋಕದಲ್ಲಿ ಇರೋದು ಯಾವುದು ಬಿಟ್ಟು ಬಿಡೋದಕ್ಕೆ ಇಷ್ಟವಿಲ್ಲ, പക്ഷെ നമുക്ക് യേശുവിനെ പിൻപറ്റുകയും ചെയ്യണം. ಆದ್ರೆ ನಮ್ಗೆ ಯೇಸು ಸ್ವಾಮಿನೇ ಹಿಂಬಾಲಿಸಲು ಬೇಕು. സ്തോത്രം. ಆಮೇ. Praise the Lord. ಆಮೇ. ഒരു മിക്സ്ഡ് തിയോളജി ആണെന്ന് പറയാം. മിക്സ്ഡ് തിയോളജി. ಆಮೇ ಅನ್ನೋದು ಮಿಕ್ಸ್ಡ್ ಆಗಿರದ ಹಾಲೆಲೂಯ ಉಪದೇಶ ಎಂಬುದಾಗಿ ಹೇಳ್ಬೋದು. കർത്താവ് ഇങ്ങനെ പറയാണ്, ಆಮೇ. ಕರ್ತನು ಹೀಗೆ ಹೇಳ್ತಾ ಇದ್ದಾರೆ, നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സേവിപ്പാൻ കഴിയത്തേയില്ല. ಆಮೇ. ನಿಮಗೆ ದೇವರನ್ನು ಮತ್ತೆ ಮಾಮನನ್ನು ಒಟ್ಟಾಗಿ ಸೇವೆ ಮಾಡೋದಕ್ಕೆ ಸಾಧ್ಯವಲ್ಲ. നമ്മുടെ പാസ്റ്റർമാരൊക്കെ ನಮ್ಮ ಪಾಸ್ಟರ್ಸ್ ಅಲ್ಲ ഇപ്പൊ വിശ്വാസികളെ പഠിപ്പിക്കുന്നത് ಈಗ ವಿಶ್ವಾಸಿಗಳಿಗೆ ಹೇಳಿಕೊಡುವುದು എങ്ങനെ നമുക്ക് മാമോനെയും ദൈവത്തെ ഒരുമിച്ച് സേവിക്കാൻ പറ്റും എന്നാണ് പഠിപ്പിക്കുന്നത്. ಆಮೇ. ಹೇಗೆ ನಮಗೆ ಮಾಮನ್ನು ಮತ್ತೆ ಹಾಲೆಲೂಯ ದೇವರನ್ನು ಒಟ್ಟಿಗೆ ಸೇವೆ ಮಾಡೋದಕ್ಕೆ ಸಾಧ್ಯ ಎಂಬುದಾಗಿ. സ്തോത്രം. ಆಮೇ. എല്ലാം പറഞ്ഞു വരുമ്പോൾ ಎಲ್ಲ ಹೇಳಿ ಬರುವಾಗ ആമേൻ ഇത് മിക്സായി അങ്ങ് പോകും. ಆಮೇ ಹಾಲೆಲೂಯ ಉಪದೇಶಗಳೆಲ್ಲ ಅದು ಮಿಕ್ಸ್ ಆಗಿ പക്ഷേ ಹಾಗೆ ಹೋಗುತ್ತದೆ. യേശുവിന്റെ ഉപദേശത്തിനകത്ത് ಆದ್ರೆ ಯೇಸು ಸ್ವಾಮಿಯ ಉಪದೇಶ ಒಳಗಡೆ യാതൊരു കലർപ്പുമില്ല. ಆಮೇ ಯಾವುದೇ ವಿಧವಾದ ಮಾಯವಿಲ್ಲ. ആരെങ്കിലും യേശുവിനെ പിൻപറ്റാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ಯಾರಾದಲ್ಲಿ ಯೇಸು ಸ್ವಾಮಿನ ಹಿಂಬಾಲಿಸುವುದಕ್ಕೆ ಇಚ್ಛೆ ಪಟ್ಟಿದರೆ അവൻ
തന്നെത്താൻ ത്യജിക്കേണ്ടതായിട്ട് വരും. ಆಮೇ ಆತನು ತನ್ನನ್ನೇ ತ್ಯಜಿಸಬೇಕಾಗಿರುತ್ತದೆ. കർത്താവിന്റെ ഇഷ്ടം മാത്രം മതി എന്ന് തീരുമാനിക്കുന്നവർ എത്ര പേരുണ്ട്? ಆಮೇ ಕರ್ತನ ಇಷ್ಟ ಮಾತ್ರ ನನ್ನಲ್ಲಿ ನೆರವೇರಬೇಕು ಎಂಬುದಾಗಿ ಇಚ್ಛೆ യേശുവിന്റെ ഇഷ്ടം എന്നെ നിറവേറട്ടെ എന്ന് ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? ಆಮೇ ಕರ್ತನ ಚಿತ್ತವು ನನ್ನಲ್ಲಿ ನೆರವೇರಲಿ ಎಂಬುದಾಗಿ ಇಚ್ಛೆ ಪಡವರು ಎಷ್ಟು ಜನರು ಇದ್ದಾರಾ? Praise the Lord. ಆಮೇ ആമേൻ. ഈ ബിൻഡോർപ്പ് എന്ന വ്യക്തിയുടെ ചരിത്രം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ಆಮೇ ವಿಂಡೋರ್ಪ್ ಎಂದ ವ್ಯಕ್ತಿಯ ಸಾಕ್ಷ್ಯವನ್ನು ನಾನು ಹೇಳಿದೆ. മൊറേവിയൻ സഭയുടെ സ്ഥാപകനായിരുന്നു. ಆಮೇ ಮೊರೇಸಿನ್ ಸಭೆಯ ಸ್ಥಾಪಕನಾಗಿತ್ತು. അദ്ദേഹം ഇംഗ്ലണ്ടിലെ വലിയ വലിയ മില്യൺ കണക്കിന് ഡോളറുകളുള്ള ഒരു വലിയ ധനാട്ടിന്റെ ഏക മകനായിരുന്നു. ಆಮೇ ಇಂಗ್ಲೆಂಡಲ್ಲಿ ಬಹಳ $1 ಮಿಲಿಯನ್ ಹಾಲಲ್ಲಿ ಇರುವ ಆಸ್ತಿ ಇರುವ ಒಂದು ಧನವಂತನ ಮಗನಾಗಿತ್ತು. ഒരിക്കൽ യേശു തനിക്ക് പ്രത്യക്ഷപ്പെട്ടു. ಒಂದೇ ಸರಿ ಯೇಸು ಸ್ವಾಮಿ ಆತನ ಮುಂದೆ ಪ್ರತ್ಯಕ್ಷ ആഫ്രിക്കയിലേക്ക് പോകാൻ പറഞ്ഞു. ಆಫ್ರಿಕಾ ದೇಶಕ್ಕೆ ಹೋಗೋದಕ್ಕೆ അദ്ദേഹം അപ്പനോട് വന്നിച്ച് പറഞ്ഞു, എന്നെ യേശു ആഫ്രിക്കയിലേക്ക് വേലയ്ക്ക് വിളിക്കുകയാണ്. ಆಮೇ ಆತನ ತಂದೆ ಬಳಿಗೆ ಬಂದು ಹೇಳಿದ್ರು, ನನ್ನನ್ನು ಯೇಸು ಸ್ವಾಮಿ ಆಫ್ರಿಕಾ ದೇಶಕ್ಕೆ ಹೋಗು ಕೇಳ್ತಾ ಇದ್ದೇನೆ ಎಂದು. അപ്പൊ അപ്പൻ പറഞ്ഞു, ಹಾಗೆ ತಂದೆ ಹೇಳಿದರು, മോനെ നീ പോകരുത്, ನೀನ್ ಮಗನೇ ನೀನು ಹೋಗಬಾರ್ದು, നീ എനിക്ക് ഒരൊറ്റ മകനേ ഉള്ളൂ, ನೀನ್ ನನಗೆ ಒಂದೇ ಮಗ, ഞാൻ നിനക്ക് പകരമായി ನಾನ್ ನಿನಗೆ ಬದಲಾಗಿ 10,000 ಸುವಿಶೇಷಕരെ ಸಪೋರ್ಟ್ ചെയ്യാം. 10,000 ಸುವಿಶೇಷಕರನ್ನು ಸಪೋರ್ಟ್ ಮಾಡ್ತೀನಿ ಅಂತ ಹೇಳಿದ್ರು. സ്തോത്രം. നീ അവർക്ക് സപ്പോർട്ട് അയച്ചു കൊടുക്ക്. ನೀನ್ ಅವ್ರಿಗೆ ಸಪೋರ್ಟ್ ಕಳಿಸಿ ಕೊಡಿ ಅಂತ ಹೇಳಿದ್ರು. സ്തോത്രം. ಆಮೆನ್. പക്ഷെ നീ എന്റെ ഏക മകൻ, നീ പോകരുത്. ಆದ್ರೆ ನೀನ್ ನನಗೆ ಒಬ್ಬನೇ ಮಗ, ಆದ್ರಿಂದ ನೀನ್ ಆ അദ്ദേഹം ದೇಶಕ್ಕೆ തിരിച്ച് ಹೋಗಬಾರ್ದು. യേശുവിന്റെ അടുക്കൽ വന്നു. ನಂದ ಮತ್ತೆ ಯಾವ ಮನುಷ್ಯ പ്രാർത്ഥനാ ವ್ಯಕ್ತಿ റൂമിൽ കയറി ಆತನ ಪ್ರಾರ್ಥನಾ ರೂಮ್ಗೆ ಬಂದು യേശുവിനോട് പറഞ്ഞു, ಯೇಸು ಸ್ವಾಮಿ ಹತ್ರ എന്റെ ಹೇಳಿದ್ರು, പിതാവിന് ഞാൻ ഏകപുത്രനാണ്, ನನ್ನ ತಂದೆಗೆ ನಾನು ಒಂದೇ ಮಗ, എന്റെ അപ്പൻ എന്നെ വേർപിരിയാൻ റെഡിയല്ല. ನನ್ನ ತಂದೆಯನ್ನು ನನ್ನನ್ನು ಬೇರ್ ಬಿಟ್ಟಿರೋದಕ್ಕೆ ಇಷ್ಟಪಡ್ತಾ ಇಲ್ಲ. കർത്താവെ 10,000 വേലക്കാരെ ആഫ്രിക്കയ്ക്ക് അയക്കാൻ അപ്പൻ തീരുമാനിച്ചിരിക്കുക. ಕರ್ತನೆ 10,000 ಹಾಲಲು ದೇವರ ಸೇವಕರನ್ನು ಆಫ್ರಿಕಾ ದೇಶಕ್ಕೆ ಕಳಿಸೋದಕ್ಕೆ ನನ್ನ ತಂದೆ ತೀರ್ಮಾನ ತಗೊಂಡಿದ್ದಾರೆ. അപ്പോൾ യേശു ഇങ്ങനെ പറഞ്ഞു, ಆವಾಗ ಯೇಸು ಸ್ವಾಮಿ ಹೀಗೆ ಹೇಳಿದನು, സ്തോത്രം, നിന്റെ അപ്പന്റെ 10,000 വേലക്കാരെ അല്ല എനിക്ക് വേണ്ടിയത്, എനിക്ക് നിന്നെയാണ് ആവശ്യമായിരിക്കുന്നത്. ಆಮೇ ಹಾಲಲು ಯೇಸು ಸ್ವಾಮಿ ಹೀಗೆ ಆತನ ಹತ್ರ ಹೇಳಿದ್ರು, ನಿನ್ನ ತಂದೆ ಕಳಿಸುವ 10,000 ಸೇವಕರನ್ನೆಲ್ಲ ನನಗೆ ಬೇಕಾಗಿರೋದು ನಿನ್ನನ್ನೇ ಎಂದು ಹೇಳಿದರು. സ്തോത്രം. ಆಮೇ അങ്ങനെ ഈ ബിൻഡോർപ്പ് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചു. ಆತನವಾಗಿ ಈತನು ದೇವರ ಸೇವೆಗಾಗಿ ಸಮರ್ಪಿಸಿದನು. അദ്ദേഹം ആഫ്രിക്കയിലേക്ക് കടന്നുപോയി. ಆತನು ಆಫ್ರಿಕಾ ದೇಶಕ್ಕೆ ಹೋಗಿದನು. അതിഭയങ്കരമായ കഷ്ട സഹിച്ചു. ಆತನು ಬಹಳವಾದ ಕಷ್ಟಗಳನ್ನು ಸಹಿಸಿದನು. മൊറേവിയൻ സഭ സ്ഥാപിതമായി. ಆಮೇ ಮೊರೇಜನ್ ಸಭೆಯನ್ನು ಸ್ಥಾಪಿತವಾಯಿತು. സ്തോത്രം. ആമേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ആഫ്രിക്കൻ രാജ്യങ്ങളെ സുവിശേഷീകരിക്കാൻ ദൈവം ഉപയോഗിച്ച ഏറ്റവും ശക്തമായ പ്രസ്ഥാനം മൊറേവിയൻ സഭയായിരുന്നു. ಆಮೇ ಹಾಲಲ್ಲಿ ಆಫ್ರಿಕಾ ದೇಶದಲ್ಲಿ ಬಹಳ ಉಜ್ಜೀವನವನ್ನು ತಗೊಂಬರೋದಕ್ಕಾಗಿ ದೇವರು ಉಪಯೋಗ ಮಾಡಿದ ಸಭೆ ಮೊರೇಜನ್ ಸಭೆ ಆಗಿತ್ತು. Praise the Lord. ಆಮೇ സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേ സ്തോത്രം. സ്തോത്രം. ആമേ എല്ലാവരും പ്രാർത്ഥനയോടുകൂടി ഇരിക്കുക. ആമേ പ്രാർത്ഥನೆಯಿಂದ പ്രാർത്ഥനയോടുകൂടി ഇരിക്കുക. ആമേൻ. സമർപ്പണമില്ലാതെ നമുക്ക് കർത്താവിനെ സേവിക്കാൻ പറ്റത്തില്ല. ಆಮೇ ಯಾವುದೇ ಸಮರ್ಪಣೆ ಇಲ್ಲದೆ ನಾವು ದೇವರನ್ನು ಸೇವೆ ಮಾಡೋದಕ್ಕೆ ಸಾಧ್ಯವಲ್ಲ. ಆಮೇ ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. സമർപ്പണമില്ലാതെ നമുക്ക് കർത്താവിനെ സേവിക്കാൻ പറ്റത്തില്ല. ಸಮರ್ಪಣೆ ಇಲ್ಲದೆ ನಮಗೆ ದೇವರನ್ನು ಸೇವೆ ಮಾಡೋದಕ್ಕೆ ಸಾಧ್ಯವಲ್ಲ. ആമേൻ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ದೇವರಿಗೆ ಮಹಿಮೆ. എല്ലാവരും പ്രാർത്ഥിക്കുക. ಎಲ್ಲರೂ എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുക. ಪ್ರಾರ್ಥನೆಯಿಂದ ಆಗಿರಿ. എനിക്ക് ചില കാര്യങ്ങൾ പറഞ്ഞ് അതിനകത്തോട് കടക്കണമെങ്കിൽ നിങ്ങളുടെ വലിയ പ്രാർത്ഥന ആവശ്യമാണ്. ಆಮೇ ಕೆಲ ವಿಷಯಗಳು ಹೇಳಿ ಅದನ್ನೊಳಗಡೆ ಹೋಗ್ಬೇಕಂದ್ರೆ ನಿಮ್ಮ ಪ್ರಾರ್ಥನೆಯನ್ನು ಅವಶ್ಯಕ. കാരണം ഞാൻ സംസാരിക്കുന്നത് നിങ്ങളോടാണ്. ಆಮೇ ನಾನು ಮಾತಾಡ್ತಾ ಇರೋದು ನಿಮ್ಮೊಟ್ಟಿಗೆ ಆಗಿದೆ. സ്തോത്രം. ಆಮೇ പ്രൈസ് ദി ലോർഡ്. ಆಮೇ സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേ എനിക്കൊരു ശകലം കൂടി ഫീഡ്ബാക്ക് വേണം ഇവിടുന്ന്. ആമേൻ. ഇത് കറക്റ്റ് ചെയ്ത് തന്നാട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ದೇವರಿಗೆ ಸ್ತೋತ್ರ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. നോക്ക്, ഞാൻ ചില ഉദാഹരണങ്ങൾ നിങ്ങൾ പറയാം. ಆಮೇ ಕೆಲವು ಉದಾಹರಣೆಗಳು ನಿಮ್ಮೊಟ್ಟಿಗೆ ಹೇಳ್ತೀವಿ. സ്തോത്രം. ಆಮೇ ദൈവം ആദിയിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ದೇವರು ಆದಿಯಲ್ಲಿ ಆಕಾಶവും ಭೂಮಿಯನ್ನು ಉಂಟು ಮಾಡಿದರು. ദൈവത്തിന്റെ സൃഷ്ടികളെ ദൈവം എത്ര ദിവസം കൊണ്ട് ഉണ്ടാക്കിയേ? ಆಮೇ ದೇವರ ಸೃಷ್ಟಿಗಳನ್ನು ಎಷ್ಟು ದಿನದಿಂದ ಉಂಟು ಮಾಡಿದ್ದಾರೆ? 6 ദിവസം കൊണ്ട്. 6 ದಿನಗಳಿಂದ ಆತನು ಎಲ್ಲ ಸೃಷ್ಟಿ ಮಾಡಿದ್ದಾರೆ. 7ാമത്തെ ദിവസം ദൈവം എന്ത് ചെയ്തു? 7ನೇ ದಿನ ಆತನು ಏನ್ ಮಾಡಿದರು? ദൈവം തന്റെ പ്രവൃത്തിയിൽ നിന്ന് നിവർത്തനായി. ಆತನು ತನ್ನ ಕ್ರಿಯೆದಲ್ಲೆಲ್ಲ ಸ್ವಸ್ಥನಾಗಿತ್ತು. എന്ന് പറഞ്ഞാൽ ദൈവം അന്ന് ക്രിയേഷൻ ഒന്നും ചെയ്തില്ല.
ಹಾಗೆ ಹೇಳಿದ್ರೆ 7ನೇ ದಿನ ಆತನು ಏನು ಕಾಲಲ್ಲಿ ಸೃಷ್ಟಿ ಮಾಡಲಿಲ್ಲ. ഏഴാമത്തെ ദിവസത്തെ ദൈവം എന്ത് ചെയ്തു? 7ನೇ ದಿನದಲ್ಲಿ ಆತನು ಏನ್ ಮಾಡಿದರು? ഏഴിനെ ദിവസത്തെ ദൈവം വിശുദ്ധീകരിച്ചു. ಆಮೇಲೆ 7ನೇ ದಿನವನ್ನು ದೇವರು ಶುದ್ಧೀಕರಣ ಮಾಡಿದರು. അത് എന്നിട്ട് മനുഷ്യർക്ക് കൊടുത്തു. ನಂತರವಾಗಿ ಅದು ಮನುಷ್ಯರಿಗೆ ಕೊಟ್ಟಿದರು. എന്തിനാണ് കൊടുത്തതെന്നറിയാവോ? ಏನಕ್ಕಾಗಿದೆ ಕೊಟ್ಟಿದೆ ಎಂದು ಗೊತ್ತಾ? സ്തോത്രം. ಆಮೇಲೆ ഏഴാമത്തെ ദിവസം 7ನೇ ದಿನ 6 ദിവസം കഷ്ടപ്പെടുന്ന മനുഷ്യൻ, ಆ ದಿನವೂ ಕಷ್ಟಪಡುವ ಮನುಷ್ಯನು, ആമേ 6 ദിവസം പണിയെടുക്കുന്ന മനുഷ്യൻ 6 ದಿನವನ್ನು ಕಷ್ಟಪಡ್ತಾ ಇರದ ವ್ಯಕ್ತಿಯು ഏഴാമത്തെ ദിവസം 7ನೇ ದಿನ ദൈവത്തിന് വേണ്ടി ജീവിക്കണം. ಆಮೇಲೆ ದೇವರಿಗೋಸ್ಕರವಾಗಿ ಜೀವಿಸಬೇಕು, ദൈവത്തെ ആരാധിക്കണം. ದೇವರನ್ನು ಆರಾಧನೆ ಮಾಡಬೇಕು. Praise the Lord. ಆಮೇಲೆ ഒരു സെപ്പറേഷൻ എല്ലാത്തിനും ദൈവം വെച്ചിട്ടുണ്ട്. ಆಮೇಲೆ ಹಾಲಲ್ಲಿ ಒಂದು ಸೆಪರೇಷನ್ ದೇವರು ಎಲ್ಲಾ ವಿಷಯದಿಂದ ಇಟ್ಟಿದ್ದಾರೆ. സ്തോത്രം. ಆಮೇಲೆ Praise the Lord. Hallelujah. ആദാം ഹവ്വായ്ക്ക് 2 മക്കളുണ്ടായി. ಆಮೇಲೆ ಆದಮ್ ಮತ್ತೆ ಹವ್ವಳಿಗೆ 2 ಮಕ್ಕಳಿದ್ರು. ഒരുവൻ ആരാധനയ്ക്ക് സമർപ്പിക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. ಒಬ್ಬನು ಆರಾಧನೆಗಾಗಿ ಸಮರ್ಪಿಸದ ಒಂದು ವ್ಯಕ್ತಿ. ഒരു വ്യക്തി ആമേൻ ആരാധനയ്ക്ക് സമർപ്പിക്കപ്പെടാത്ത ഒരു വ്യക്തിയായിരുന്നു. ಆಮೇಲೆ ಒಂದು ವ್ಯಕ್ತಿ ಆರಾಧನೆಗೆ ಸಮರ್ಪಿಸಿ ಕೊಡಾದಿದ್ದ ಒಂದು ವ್ಯಕ್ತಿ. ഈ ഹാബേല് ദൈവത്തിന് കൊടുത്തത്, ಆಮೇಲೆ ಹಾಬೇಲನು ದೇವರಿಗಾಗಿ ಕೊಟ್ಟಿದ್ದು എന്താ കൊടുത്തെന്നറിയാമോ? ಏನ್ ಕೊಟ್ಟಿದೆ ಎಂದು ಗೊತ್ತಾ? തനിക്ക് 100 ആടുണ്ട് എന്നിരിക്കട്ടെ. ಆತನಿಗೆ 100 ಕುರಿಗಳಿದೆ ಎಂದು ആ ನೆನೆಸ್ಕೊಳ್ಳಿ. 100 ആടിലെ ಆ 100 ಕುರಿಗಳಲ್ಲಿ ഏറ്റവും നല്ല ആടിനെ ദൈവത്തിന് യാഗമായി അർപ്പിച്ചു. ಆಮೇಲೆ ಇದರಲ್ಲಿ ಒಳ್ಳೆ ಕುರಿ ಮರಿಯನ್ನು ದೇವರಿಗಾಗಿ ಯಜ್ಞವನ್ನು ಅರ್ಪಿಸಿದನು. സ്തോത്രം. ಆಮೇಲೆ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ಆಮೇಲೆ പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഒരു സമർപ്പണം ആവശ്യമാണ് എന്ന് യേശു നമ്മോട് പറയുക. ಆಮೇಲೆ ಒಂದು ಸಮರ್ಪಣೆಯು ಅವಶ್ಯಕತೆ ಎಂದು ಯೇಸು ദൈവം നമ്മോട് പറയുക സമർപ്പണം ആവശ്യമാണ്. ಆಮೇಲೆ ನಮಗೆ ಒಂದು ಸಮರ್ಪಣವು ಅವಶ್ಯಕತೆ ಉಂಟು. കായീന്റെ ആരാധന ദൈവം തള്ളിക്കളഞ്ഞു. ಕೈನ ಆರಾಧನೆಯನ್ನು ದೇವನು ತಳ್ಳಿಬಿಟ್ಟು അവന്റെ ഓഫറിംഗിനെ ദൈവം സ്വീകരിച്ചില്ല. ಆತನು ಮಾಡಿದ ಹಾಲಲ್ಲಿ ಆ ಯಜ್ಞವನ್ನು ದೇವರು ಸ್ವೀಕಾರ എന്തുകൊണ്ട് ಮಾಡಲಿಲ್ಲ. കായീന്റെ ഓഫറിംഗിനെ ദൈവം നിഷേധിച്ചു? ಯಾಕೆ ಕೈನ ಹಾಲಲ್ಲಿ ಯಜ್ಞವನ್ನು ದೇವರು ನಿರಾಕರಿಸಿದ್ದು? അവന് ഇഷ്ടമുള്ളത് അവൻ എടുത്തുകൊണ്ട് വന്ന് ദൈവത്തിന് കൊടുത്തു. ಆತನಿಗೆ ಇಷ್ಟವಿರೋದು ತಗೊಂಬಂದು ದೇವರಿಗೆ ಯಜ್ಞವನ್ನು ഹാബേൽ ಅರ್ಪಿಸಿದೆ. അങ്ങനെയല്ല, ദൈവത്തിന് പ്രസാദമുള്ളത് കൊണ്ട് അർപ്പിച്ചു. ಆದ್ರೆ ಹಾಬೇಲನು ಹಾಗೆ ಇರಲಿಲ್ಲ, ದೇವರಿಗೆ ಮೆಚ್ಚಿಸುವುದು ಮಾತ್ರನೇ ಆತನು ಯಜ್ಞವನ್ನು നമുക്ക് ಅರ್ಪಿಸಿದ. സമർപ്പിക്കുമ്പോൾ 2 രീതിയിൽ സമർപ്പിക്കാം. ನಮಗೆ ಹಾಲಲು ಯಜ್ಞವನ್ನು ಅರ್ಪಿಸುವಾಗ 2 ವಿಧದಲ್ಲಿ ಅರ್ಪಿಸಬಹುದು. സ്തോത്രം. യേശുവിന്റെ പിന്നാലെ പോകുമ്പോൾ 2 രീതിയിൽ പോകാം. ಆಮೇಲೆ ಯೇಸು ಸ್ವಾಮಿಯನ್ನು ಹಿಂಬಾಲಿಸುವಾಗ 2 ವಿಧವಾಗಿ ಹಿಂಬಾಲಿಸಬಹುದು. ഒന്ന്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് മാത്രം കൊടുത്തുകൊണ്ട്, ಆಮೇಲೆ ಒಂದು ನಮಗೆ ಇಷ್ಟವಿರೋದು ಮಾತ್ರವನ್ನು ಕೊಟ್ಟುಕೊಂಡು ನಾವು ಹಿಂಬಾಲಿಸಬಹುದು. എനിക്ക് ഈ സമയമേ ഞാൻ ഇത് തരും, ನನಗೆ ಇದೇ ಇರೋದು, ನಾನು ಇದು ಈ ಸಮಯನೇ ಇರೋದು, ನಾನು ಇದು ಕೊಡ್ತೀನಿ. എനിക്ക് ഇത്രമേ ചെയ്യാൻ പറ്റൂ, ഞാനിത് ചെയ്യും. ನನಗೆ ಇಷ್ಟು ಮಾತ್ರನೇ ಮಾಡಕ್ಕೆ ಸಾಧ್ಯ, ನಾನು ಇದು ಮಾಡ್ತೀನಿ. എനിക്ക് ഇത്ര ആരോഗ്യമുള്ളൂ, ഞാൻ ഇത്രേ ചെയ്യത്തുള്ളൂ. ಆಮೇಲೆ ನನಗೆ ಇಷ್ಟೇ ಆರೋಗ್ಯವಿರೋದು, ನಾನು ಅದಕ್ಕೆ ಇಷ್ಟು ಮಾತ್ರ ಮಾಡ್ತೀನಿ. എനിക്ക് ഇത്രയും കാര്യങ്ങൾ ആവശ്യമാണ്, ഇതിന് മിച്ചമുള്ളത് തരും. ನನಗೆ ಇಷ್ಟು ಅವಶ್ಯಕತೆ ಉಂಟು, ಇದಕ್ಕೆ ಬ್ಯಾಲೆನ್ಸ್ ಇರೋದು ಅಲ್ಲೆಲ್ಲ ಮಿಂಚಿದ್ದು ದೇವರಿಗಾಗಿ ಕೊಡ್ತೀನಿ. ദൈവത്തിന് സ്തോത്രം. ಆಮೇಲೆ ആ യാഗത്തിൽ ദൈവം പ്രസാദിക്കത്തില്ല. ಆ ತರವಾಗಿ ಅರ್ಪಿಸುವ ಯಜ್ಞದಲ್ಲಿ ದೇವರು ಮೆಚ್ಚಿಸುವುದಿಲ್ಲ. തന്നെത്താൻ നിഷേധിക്കാത്ത ഒരു യാഗവും ദൈവം പ്രസാദിക്കത്തില്ല. ಆಮೇಲೆ ತನ್ನನ್ನು ತ್ಯಜಿಸುವುದಿರದ ಯಾವುದೇ ಯಜ್ಞದಲ್ಲಿ ದೇವರು ಮೆಚ್ಚಿಸುವುದಿಲ್ಲ. Praise the Lord. ആമേൻ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ಹೇಳಿದ ಅರ್ಥವಾಗ್ತಾ ഞാൻ ಇದೆ. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ಹೇಳಿದ ಅರ್ಥವಾಗ್ತಾ ಇದೆ. സ്തോത്രം. ആമേൻ. നമ്മുടെ ഇഷ്ടത്തിനുള്ളത് ഒന്നും ദൈവത്തിന് ആവശ്യമില്ല. ಆಮೇಲೆ ನಮ್ಮ ಇಚ್ಛೆ ಪ್ರಕಾರ ನಾವು ಮಾಡುವುದು ಯಾವುದು ദൈവത്തിന് ದೇವರಿಗೆ ಬೇಕಾಗಿಲ್ಲ. ആവശ്യമുള്ളത് പൂർണ്ണ പ്രസാദമായി ദൈവം ആവശ്യപ്പെടുന്ന അത്രേ. ಆಮೇಲೆ ಹಾಲೆ ದೇವರಿಗೂ ಬೇಕಾಗಿರೋದು ಹಾಲಲ್ಲಿ ಪೂರ್ಣವಾಗಿ ದೇವರು ಮೆಚ್ಚಿಸುವ ರೀತಿಯಲ್ಲಿ ನಾವು ಅರ್ಪಿಸುವುದಾಗಿದೆ. ഹല്ലേലൂയ. ಆಮೇಲೆ സ്തോത്രം. ಹಲ್ಲೆಲೂಯ. ഞാൻ വിശ്വാസികളോട് അങ്ങോട്ട് ചോദിക്കാം, ಅಲ್ಲಲ್ಲಿ ಈಗ ನಿಮ್ಮ ಹತ್ರ ಕೇಳ್ತೀವಿ, ദൈവത്തിന്റെ ഇഷ്ടത്തിന് എന്തെങ്കിലും നിങ്ങൾ അർപ്പിച്ചിട്ടുണ്ടോ? ಆಮೇಲೆ ದೇವರ ಚಿತ್ತ ಪ್ರಕಾರ ನೀವೇನೆಲ್ಲ ಯಜ್ಞವನ್ನು ಅರ್ಪಿಸಿದರ? നിങ്ങളുടെ ആരോഗ്യം, ನಿಮ್ಮ ಆರೋಗ್ಯವು, നിങ്ങളുടെ കുടുംബം, ನಿಮ್ಮ ಕುಟುಂಬವು, നിങ്ങളുടെ സമയം, ನಿಮ್ಮ ಸಮಯವು, നിങ്ങളുടെ പൈസ, ನಿಮ್ಮ ಹಣವು, സ്തോത്രം, നിങ്ങളുടെ ബുദ്ധി, ನಿಮ್ಮ ಬುದ್ಧಿಯು, നിങ്ങളുടെ ജോലി, ನಿಮ್ಮ ಕೆಲಸ, ആമേൻ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവി, ನಿಮ್ಮ ಮಕ್ಕಳ ಭಾವಿ, സ്തോത്രം, നിങ്ങളുടെ ജോലി സെലക്ഷൻ, ಆಮೇಲೆ ನಿಮ್ಮ ಕೆಲಸ ಸೆಲೆಕ್ಷನ್ಗಳು, എന്തെങ്കിലും നിങ്ങൾ ദൈവത്തിന്റെ ഇഷ്ടത്തിന് വിട്ടിട്ടുണ്ടോ? ಆಮೇಲೆ ಏನಾದ್ರೂ ನೀವು ದೇವರ ಚಿತ್ತ ಪ್ರಕಾರ ಅರ್ಪಿಸಿದರ? ആമേൻ. ಆಮೇಲೆ തന്നെത്താൻ ത്യജിക്കുക എന്ന പദം ഉദ്ദേശിക്കുന്നത് ಆಮೇಲೆ ತನ್ನನ್ನೇ ತ್ಯಜಿಸಿ ಎಂಬುದಾಗಿ ದೇವರು എല്ലാ ചോയ്സും ദൈവത്തിന് ഇഷ്ടമായിരിക്കണം. ಆಮೇಲೆ ಹಾಲಲ್ಲಿ ನಾವು ಆರಿಸಿಕೊಳ್ಳುವುದು ಎಲ್ಲಾ ವಿಷಯವನ್ನು ದೇವರ ಚಿತ್ತ ಪ್ರಕಾರವಾಗಿ Praise ಇರಬೇಕು. the Lord. ಆಮೇನ್. നമ്മുടെ ജോലി ദൈവത്തിന് ഇഷ്ടമായിരിക്കണം. ಆಮೇಲೆ ನಾವು ಮಾಡುವ ಕೆಲಸ ದೇವರ ಚಿತ್ತ നമ്മുടെ ಪ್ರಕಾರ കുഞ്ഞുങ്ങളുടെ ഭാവി ദൈവത്തിന്റെ ഹിതമായിരിക്കണം. ಆಮೇಲೆ ನಮ್ಮ ಮಕ್ಕಳ ಭವಿಷ್ಯತ್ತು ಅದು ದೇವರ ಚಿತ್ತ ಪ್ರಕಾರವಾಗಿರ್ಬೇಕು. നമ്മുടെ പണം ദൈവത്തിന് പ്രസാദകമായിരിക്കണം. ಆಮೇಲೆ ನಮ್ಮ ಹಣವು ದೇವರ ಮೆಚ್ಚಿಸುವ ಹಣವಾಗಿರ್ಬೇಕು. Praise the Lord. ಆಮೇನ್. നമ്മുടെ ആയുസ്സും
ആയുസ്സും ആരോഗ്യം ദൈവത്തിന് പ്രസാദകരമായിരിക്കണം. ಆಮೇ ನಮ್ಮ ಆಯುಸ್ಸು ಆರೋಗ್ಯ ದೇವರಿಗೆ ಮೆಚ್ಚಿಸುವುದಾಗಿರಬೇಕು. സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ പകുതി കൊടുക്കുക എന്നുള്ളതല്ല. ಆಮೇ ಸಮರ್ಪಣೆ ಎಂಬುದಾಗಿ ಹೇಳಿದರೆ ಅರ್ಧ ಕೊಡುವುದಲ್ಲ. ആമേ ഇഷ്ടമുള്ളത് കൊടുക്കുക എന്നുള്ളതല്ല. ನಮಗೆ ಇಷ್ಟ ಬರುವುದು ಕೊಡುವುದಲ್ಲ. ഇഷ്ടമുള്ളപ്പോ ചെയ്യുക എന്നുള്ളതല്ല. ಆಮೇ ನಮಗೆ ಇಷ್ಟ ಬರುವಾಗ ಮಾಡುವುದಲ್ಲ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സമർപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ಸಮರ್ಪಿಸು ಎಂಬುದಾಗಿ ಹೇಳಿದರೆ എനിക്ക് ഇനി ഒരു വില്ലില്ല, ಆಮೇ ನನ್ನದಾಗಿ ಒಂದು ಯಾವುದೇ എന്റെ ഒരു ആശയില്ല, ನನ್ನದಾಗಿ ಯಾವುದೇ എന്റെ ഒരു ಆಸೆಗಳಿಲ್ಲ. ആഗ്രഹമില്ല, ನನ್ನದಾಗಿ ಯಾವುದೇ എന്റെ ഒരു ಇಚ್ಛೆಗಳಿಲ್ಲ. തീരുമാനമില്ല. ನನ್ನದಾಗಿ ಯಾವುದೇ എല്ലാം decisions ಇಲ್ಲ. അപ്പന്റെ ഇഷ്ടത്തിന് സമർപ്പിക്കുകയാണ്. ಆಮೇ എല്ലാം ತಂದೆಯ ഇതാണ് ಇಷ್ಟಕ್ಕಾಗಿ ത്യജിക്കുക ನಾವು എന്ന ಒಪ್ಪಿಸಿಕೊಡುವುದಾಗಿದೆ. പദത്തിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ಆಮೇ ಅದಾಗಿದೆ ನಮ್ಮನ್ನೇ ತ್ಯಜಿಸಿ ಎಂದ ಪದದಿಂದ ಹಾಲಲ್ಲಿ ಅರ್ಥ ಮಾಡಿಕೊಳ್ಳುವುದು. Praise the Lord. ಆಮೇ ദൈവത്തിന് സ്തോത്രം. ದೇವರಿಗೆ ಮಹಿಮೆ. Praise the Lord. ಹಲ್ಲೆಲೂಯಾ. നമ്മൾ മതഭക്തന്മാരായ ഇതൊന്നും ചെയ്യാൻ പറ്റിയല്ല. ಆಮೇ ಹಾಲೆ ಮತ ಭಕ್ತರಾಗಿ ನಾವು ಮಾಡದ മതഭക്തന്മാർക്കുള്ളതല്ല ഇത്. ಆಮೇ ಮತದ ಮೇಲೆ ಇರುವ ಭಕ್ತಿಯರಿಗಿರುವುದಲ್ಲ ಇದು ദൈവ ವಿಷಯಗಳು. ഭക്തന്മാർക്കുള്ള വേണ്ടിയുള്ളതാണ്. ಆಮೇ ದೇವರ ಮೇಲೆ ಭಕ್ತಿ ಇರುವವರಿಗೆ Praise the Lord. ಇದಾಗಿದೆ ಈ ವಿಷಯಗಳೆಲ್ಲ. സ്തോത്രം, ಆಮೇ സ്തോത്രം. ಹಲ್ಲೆಲೂಯಾ. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ಆಮೇ ಕೇಳ್ತಾ ಇದ್ದಾರಲ್ಲ? പകുതി സമർപ്പിക്കപ്പെടുന്നവർക്ക് യേശുവിനെ പ്രസാദിപ്പിക്കാൻ പറ്റിയല്ല. ಆಮೇ ಹಾಲೆಲೂಯಾ. ಅರ್ಧಂಬರ್ಧವಾಗಿ ಸಮರ್ಪಿಸುವವರಿಗೆ ದೇವರ ಸೇವೆಯನ್ನು നമ്മൾ എന്തിനാ ಮೆಚ್ಚಿಸುವುದಕ್ಕಾಗೋದಿಲ್ಲ. മനുഷ്യരെ ആശ്രയിക്കുന്നേ? ನಾವೇನಕ್ಕಾಗಿದೆ ಮನುಷ್ಯರಲ್ಲಿ നമ്മൾ ಆಶ್ರಯ എന്തിനാ ಹುಡುಕುವುದು? മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നേ? ನಾವೇನಕ್ಕಾಗಿದೆ ಮನುಷ್ಯರನ್ನ ಮೆಚ್ಚಿಸುವುದು? നമ്മൾ എന്തിനാ അവരെ പുറകെ നടക്കുന്നേ? ಆಮೇ ನಾವೇನಕ್ಕೆ ಅವರಿಂದ Praise ನಡೀತಾ the ಇರೋದು? Lord. ಆಮೇ Praise the Lord. Hallelujah. നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നിൽക്കണം. ಆಮೇ ನಾವು ದೇವರನ್ನ ദൈവത്തിന് ഇഷ്ടമുള്ളത് ചെയ്യണം. ಆಮೇ ದೇವರ ಚಿತ್ತ ಪ್ರಕಾರ Praise ಮಾಡಬೇಕು. the Lord. ಆಮೇ ആമേൻ. അതിന് നമ്മളെ ത്യജിക്കേണ്ടത് ആവശ്യമായിട്ടുണ്ട്. ಆಮೇ ಅದಕ್ಕಾಗಿ ನಾವು ನಮ್ಮನ್ನೇ ತ್ಯಜಿಸಬೇಕಾಗಿರುತ್ತದೆ. സ്തോത്രം. ಆಮೇ ദൈവം മനുഷ്യ ചരിത്രത്തിൽ ആദ്യം മനുഷ്യനോട് ചോദിക്കുന്നത് ಆಮೇ ಹಾಲಲ್ಲಿ ಮನುಷ್ಯ ಚರಿತ್ರದಲ್ಲಿ ದೇವರು ಮೊದಲನೇದಾಗಿ ಮನುಷ್ಯನ ಹತ್ರ ಕೇಳಿದು അബ്രഹാമിനോടാണ് ചോദിക്കുന്നത്. ಆಮೇ ಅಬ್ರಹಾಮನ ಹತ್ರ ಕೇಳಿದು. എന്താ ദൈവം ചോദിച്ചേ? ಏನಾಗಿದೆ ಕೇಳಿದು? നീ സ്നേഹിക്കുന്ന മകനെ എനിക്ക് തരണം. ಆಮೇ ಹಾಲಲ್ಲಿ ನೀನ್ ಪ್ರೀತಿ ಮಾಡುವ ನಿನ್ನ ಮಗನನ್ನು ನನಗಾಗಿ ಕೊಡಬೇಕು. സ്തോത്രം. ಆಮೇ അങ്ങനെയല്ലേ ചോദിച്ചത്? ಹಾಗೆ ತಾನೇ ಕೇಳಿದು. സ്തോത്രം. ಆಮೇ അബ്രഹാമിന് ഇച്ചിരി സ്നേഹക്കുറവുള്ള ഒരു മകൻ ഉണ്ടായിരുന്നു. ಆಮೇ ಅಬ್ರಹಾಮ್ಗೆ ಸ್ವಲ್ಪ ಪ್ರೀತಿ ಕಮ್ಮಿ ಇತ್ತಿದ ಇನ್ನೊಂದು ಮಗ ಕೂಡ ಇದ್ರು. ആ മകന്റെ പേര് ഇസ്മായേൽ എന്നായിരുന്നു. ಆ ಮಗನ ಹೆಸರು ಇಸ್ಮಾಯಿಲನೆಂದು. സ്തോത്രം. ಆಮೇ ദൈവം ഇസ്മായേലിനെ ചോദിച്ചില്ല, ಆ ದೇವರು ಇಸ್ಮಾಯಿಲನನ್ನು ಕೇಳಲಿಲ್ಲ. നീ സ്നേഹിക്കുന്നതിനെ നീ എനിക്ക് തരണം. ಆಮೇ ನೀನ್ ಹೆಚ್ಚಾಗಿ ಪ್ರೀತಿ ಮಾಡುವ ನಿನ್ನ ಮಗನನ್ನು ನನಗಾಗಿ ಕೊಡಬೇಕು. ത്യജിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ಆಮೇ നീ സ്നേഹിക്കുന്നതിനെ നീ ദൈവത്തിന് കൊടുക്കാൻ തയ്യാറാകുമോ എന്താണ് ചോദിക്കുന്നത്. ಆಮೇ ನೀನ್ ಪ್ರೀತಿ ಮಾಡುವವರನ್ನು ದೇವರಿಗಾಗಿ ನೀನು Praise the Lord. ಕೊಡುವುದಾಗಿದೆ. നിന്നെത്താൻ ഡിനൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ ಆಮೇ ನಿನ್ನನ್ನು നീ സ്നേഹിക്കുന്നതിനെ നീ യേശുവിനെ സമർപ്പിക്കുമോ? ಆಮೇ ನೀನ್ ಪ್ರೀತಿ ಮಾಡದ ವಿಷಯಗಳನ್ನು ದೇವರಿಗಾಗಿ ಸಮರ್ಪಿಸುವುದು. Praise the Lord. Amen. അത് നിന്റെ മക്കളാണെങ്കിലും, ಅದು ನಿನ್ನ ಮಕ್ಕಳಾದ್ರೆ, അത് നിന്റെ ജോലിയാണെങ്കിലും, ಅದು ನಿನ್ನ അത് ಕೆಲಸವಾದ್ರೆ, നിന്റെ സമ്പത്താണെങ്കിലും, ಅದು ನಿನ್ನ അത് ಸಂಪತ್ತಾದ್ರೆ, നിന്റെ ಅದು ആരോഗ്യമാണെങ്കിലും, ನಿನ್ನ അത് നിന്റെ ಆರೋಗ್ಯವಾದ್ರೆ, ಅದು സൗന്ദര്യമാണെങ്കിലും, ನಿನ್ನ ഇന്ന് ಸೌಂದರ್ಯವಾದ್ರೆ, പകൽക്കാലം ദൈവാത്മാവ് ചോദിക്കുകയാണ്, ಆಮೇ ದೇವರಾತ್ಮ നീ സ്നേഹിക്കുന്നതിന് ദൈവത്തിന് വേണം. ആമേ നീ സ്നേഹിക്കുന്നതിന് ദൈവത്തിന് വേണം. ಈಗ ನೀನು ಹೆಚ್ಚಾಗಿ ಪ್ರೀತಿ ಮಾಡುವ ವಿಷಯಗಳನ್ನು ದೇವರಿಗಾಗಿ ನೀವು ಸಮರ್ಪಿಸ್ತೀರಾ. Praise the Lord. ಆಮೇ ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. നമ്മൾ പറയാം അത് ഇച്ചിരി പുളിക്കും. Praise the Lord. ಆಮೇ ನಾವು ಹೇಳ್ತೀವಿ ಸ್ತೋತ್ರ. ಅದೇನು ಸ್ವಲ್ಪ ಕಷ್ಟ ಎಂದು. അത് കുറച്ച് കഷ്ടമുള്ള കാര്യമാണ്. ಆಮೇ ಅದು ಸ್ವಲ್ಪ ಕಷ್ಟ ಹಿಡಿದ ವಿಷಯ ಎಂದು ನಾವು ಹೇಳ್ತೀವಿ. ഹല്ലേലൂയ. ಆಮೇ ഞാൻ സ്നേഹിക്കുന്നതിനെ ദൈവത്തിന് വേണമെന്നോ? ಆಮೇ ನಾನ್ ಪ್ರೀತಿ ಮಾಡೋದು ದೇವರಿಗೆ ಬೇಕು ಅಂದ. Praise the Lord. ಆಮೇ അബ്രഹാം ഒന്നും മിണ്ടിയില്ല. ಅಬ್ರಹಾಮನು ಏನು ಮಾತಾಡಲಿಲ್ಲ. Praise the Lord. ಆಮೇ ഹല്ലേലൂയ. ആമേ ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ ദൈവം ആരാണെന്ന് അറിയാമോ? ನಮ್ಮ ದೇವರು ಯಾರು ಎಂದು ಗೊತ್ತಾ? താൻ സ്നേഹിച്ച ഏകജാതനെ പാപികൾക്ക് വേണ്ടി കൊടുത്തവനത്ര ദൈവം. ಆಮೇಲೆ ತನ್ನನ್ನು ತಾನು ಹೆಚ್ಚಾಗಿ ಪ್ರೀತಿ ಮಾಡಿದ ತನ್ನ ಹಾಲಲ್ಲಿ ಒಂದೇ ಮಗನನ್ನು ಪಾಪಿಗಳಾದ ಮನುಷ್ಯರಿಗಾಗಿ ಕೊಟ್ಟಿದ್ದಾಗಿದ್ದಾರೆ ನಮ್ಮ ದೇವರು. അബ്രഹാമിന് വെളിപ്പാടുണ്ടായിരുന്നു. ಆಮೇಲೆ ಅಬ್ರಹಾಮನಿಗೆ ಆ ಪ್ರಕಟಣೆ ಇತ್ತು. അതുകൊണ്ട് അബ്രഹാമിന് മനസ്സിലായി, ಆದ್ರಿಂದ ಅಬ್ರಹಾಮನಿಗೆ ಗೊತ್ತಾಯಿತು, ഞാൻ എന്റെ മകനെ ദൈവത്തിന് സമർപ്പിച്ചാൽ ನಾನು ನನ್ನ ಮಗನನ್ನು ದೇವರಿಗಾಗಿ ಅರ್ಪಿಸಿದರೆ എനിക്ക് നക്ഷത്രങ്ങൾ പോലെ മക്കളെ തരുവാൻ, ಆಮೇಲೆ ನನ್ನನ್ನು ನಕ್ಷತ್ರಗಳನ್ನು മണൽത്തരി പോലെ മക്കളെ തരുവാൻ ದೇವರ ಮಕ್ಕಳನ್ನು ಕೊಡುವುದಕ್ಕೆ ഞാൻ കണ്ട തേജസ്സിന്റെ ദൈവത്തിന് സാധ്യമാണ്. ಆಮೇಲೆ ನಾನು ನೋಡಿದ ഇന്ന് ಮಹಿಮೆಯ പകൽക്കാലം ದೇವರಿಗೆ എന്നെ കേൾക്കുന്ന ಸಾಧ್ಯವಾಗುತ್ತದೆ. ദൈവത്തിന്റെ പൈതലേ,
ಆಮೇ ಕೇಳುವ ದೇವರ ಮಗುವೇ, ഒരുവൻ എന്നെ പിൻപറ്റാൻ ഇച്ഛിച്ചാൽ ಒಬ್ಬನು ನನ್ನನ್ನು അവൻ തന്നെത്താൻ നിഷേധിച്ചിട്ട് ಆತನ ತನ್ನನ್ನೇ തന്റെ ತ್ಯಜಿಸಿ കുരിശെടുത്തുകൊണ്ട് ತನ್ನ ಸಿಲುಬೆಯನ್ನು ಒತ್ತಿಕೊಂಡು എന്നെ പിൻപറ്റട്ടെ. ನನ್ನನ್ನು ಹಿಂಬಾಲಿಸಲಿ. എന്നെ പ്രതിയോ ಆಮೇ ನನ್ನ ദൈവരാജ്യത്തെ പ്രതിയോ ದೇವರ ರಾಜ್ಯದ അപ്പനെയോ അമ്മയെയോ ತಂದೆಯೋ ತಾಯಿಯೋ വീടോ ധനങ്ങളോ ಆಮೇ വീಡೋ ഭാര്യയോ വസ്തുവകളെയോ ಹೆಂಡತಿಯೋ ആരെങ്കിലും ഉപേക്ഷിച്ചാൽ ഞാൻ നീ 100 ഇരട്ടിയായിട്ട് തരും. ಆಮೇ ഞാൻ 100ರಷ್ಟು ಹಾಲು ಹೆಚ್ಚಾಗಿ ನಿಮಗೆ ವಾಪಸ್ ಕೊಡ್ತೀನಿ. Praise the Lord. ಆಮೇ Hallelujah. ഹല്ലേലൂയ. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ಅಬ್ರಹಾಮನ ಹತ್ರ ದೇವರು നീ ಹೇಳಿದ್ರು, സ്നേഹിച്ചതിനെ നീ എനിക്ക് തന്നു, ಆಮೇ ನಿನ್ ಪ್ರೀತಿ ಮಾಡಿದನ್ನು ನೀನ್ ನನಗಾಗಿ ഞാൻ നിന്നെ ಕೊಟ್ಟಿಲ್ಲ. സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കും. ಆಮೇ ನಾನು ನಿನ್ನನ್ನು ಸಮೃದ್ಧಿಯಾಗಿ ಆಶೀರ್ವಾದ ഞാൻ ಮಾಡ್ತೀನಿ. നിന്നെ സമൃദ്ധിയായിട്ട് ನಾನು അനുഗ്രഹിക്കും. ನಿನ್ನನ್ನು ಸಮೃದ್ಧಿಯಾಗಿ തലമുറയെ അനുഗ്രഹിച്ചു. ನಿನ್ನ ತಲೆಮಾರಿಯನ್ನು നീ എന്നെ ಆಶೀರ್ವಾದ വിശ്വസിച്ചോ, ನೀ ನನ್ನ ನಂಬಿದ നീ എനിക്ക് വേണ്ടി ഏൽപ്പിച്ചോ, ನನಗಾಗಿ ഞാൻ നിന്നെ അനുഗ്രഹിക്കും. ನಾನು ನಿನ್ನನ್ನು ಆಶೀರ್ವಾದ ಮಾಡೇ ಮಾಡ್ತೀನಿ. Hallelujah. ಆಮೇ Hallelujah. ഹല്ലേലൂയ. Praise the Lord. ആമേ Hallelujah. ഹല്ലേലൂയ. സ്തോത്രം. ആമേ ഈ ലോകം കണ്ടതിൽ ഏറ്റവും വലിയ ഗിഫ്റ്റ് ಆಮೇ ಈ ಲೋಕ ನೋಡಿದ ದೊಡ್ಡ ಗಿಫ್ಟ್ പിതാവ് പുത്രനെ നമുക്ക് വേണ്ടി തന്നതാത്രേ. ಆಮೇ ತಂದೆಯು ಮಗನನ್ನು ನಮಗಾಗಿ ಕೊಟ್ಟಿದ್ದಾಗಿದ್ದಾರೆ. Praise the Lord. ಆಮೇ തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും ಆಮೇ ತನ್ನ ಒಬ್ಬನೇ ಮಗನನ್ನು ನಂಬುವ ಎಲ್ಲರೂ നശിച്ചു പോകാതെ ನಾಶವಾಗಿ ಹೋಗದೆ ആമേൻ നിത്യജീവൻ പ്രാപിക്കുവാൻ ನಿತ್ಯ ಜೀವನ ಪಡ್ಕೊಳ್ಳುವುದಕ್ಕೆ അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. ಹಾಲೆಲೂಯಾ. ಮಗನನ್ನು ಕೊಡುವಂತ ತನ್ನ ಮಗನನ್ನು ദൈവത്തിന് ಕೊಡುವಂತ ನಿಯಮವುണ്ട്. ದೇವರ ದೋಗವನ್ನು ಪ್ರೀತಿ ദൈവത്തിന് ಮಾಡಿದರು. നിയമമുണ്ട്. ಆಮೇ ದೇವರಿಗೆ ಕಟ್ಟಳೆಗಳು ഒരു ഗോതമ്പ് മണി ಒಂದು ಗೋಧಿಯ ಮಣಿ നിലത്ത് വീണ് ചത്താൽ ಆಮೇ ಅದು ನೆಲದಲ್ಲಿ ಬಿತ್ತು അത് ಸತ್ತರೆ വളരെ ഫലം കായ്ക്കുമെന്നുള്ളത് ಅದು ಬಹಳ ಫಲವನ್ನು ദൈവത്തിന്റെ ಕೊಡ್ತಾರೆ. നിയമമാണ്. ಅದು ದೇವರ ಕಟ್ಟಳೆಯಾಗಿದೆ. Praise the Lord. ಆಮೇ ഹല്ലേലൂയ. നിങ്ങൾ അറിയുക, ಆಮೇ ನೀವು നമ്മൾ ತಿಳ್ಕೊಳ್ಳಬೇಕು. യേശുവിന് വേണ്ടി വീണ് ചാകുന്നെങ്കിൽ ಆಮೇ ನಾವು ಯೇಸು ಸ್ವಾಮಿಗಾಗಿ ಬಿತ್ತು ಸತ್ತರೆ ഒരു വലിയ ഫലം കായ്ക്കുന്ന അനുഭവത്തിലേക്ക് ദൈവം നമ്മളെ ಆಮೇ കൊണ്ടുവരും. ಒಂದು ದೊಡ್ಡ ಫಲವನ್ನು ಕಾಯಿಸುವ ಅನುಭವಕ್ಕೆ ನಾವು ಬರುತ್ತೇವೆ. ഹല്ലേലൂയ. ಆಮೇ ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. ആമേൻ. സമർപ്പിക്കുന്നതിൽ ഒരു മഹത്വമുണ്ട്. ಆಮೇ ಸಮರ್ಪಣೆ ಮಾಡೋದರಲ್ಲಿ ಒಂದು ಮಹಿಮೆ ಉಂಟು. കൊടുക്കുന്നതിൽ ഒരു മഹത്വമുണ്ട്. ಆಮೇ ನಾವು ಕೊಡುವುದರಲ್ಲಿ ಒಂದು ಮಹಿಮೆ ಉಂಟು. പിതാവ് തന്റെ പുത്രനെ കൊടുത്തു. ಆಮೇ ತಂದೆಯು ತನ್ನ ಮಗನನ್ನು ಕೊಟ್ಟಿದ್ದರು. കോടിക്കണക്കിന് പുത്രന്മാരെ പിതാവ് സമ്പാദിച്ചു. ಆಮೇ ಕೋಟ್ಯಾಂತರ ಹಾಲೆಲೂಯ ಪುತ್ರನು ಆತನು ಅಬ್ರಹಾಮನ ಸಂಪಾದನೆ ಮಾಡಿದರು. ಆಮೇ ಕಣ್ಣೀರಿಂದ ಬಿದ್ದುವವನು ಎಲ್ಲ ಆರ್ಪಡಿಸುತ್ತಾ ಕೊಯ್ಯುತ್ತಾರೆ. ಆಮೇ ಆಮೇ ಹಾಲಿನ ಬೇಳೆಯಲ್ಲಿ ಅಬ್ರಹಾಮರೇ ಆಮೇ ನಿನ್ನ ಕುಮಾರನ ಕೊಡೋದಕ್ಕೆ ಹಾಲೆಲು ಯಾವುದೇ ಹಾಲೆಲು ಬೇಸರ ಕೊಳ್ಳಾದಿರದ ಮೂಲಕ ഞാൻ നിന്നെ രാജ്യമായി വർദ്ധിപ്പിക്കാൻ പോകുകയാണ്. ಆಮೇ ನಾನು ನನ್ನ ರಾಜ್ಯವನ್ನು ಹೆಚ್ಚಿಗೆ ಮಾಡುತ್ತೇನೆ. Praise the Lord. ಆಮೇ ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. സ്തോത്രം. ಆಮೇ മക്കളില്ലാത്ത അബ്രഹാം ಆಮೇ ಮಕ್ಕಳಿಲ್ಲದಿರದ ಅಬ್ರಹಾಮನು എങ്ങനെ ഒരു രാജ്യമായി മാറിയത്? ಆಮೇ ಹೇಗಾಗಿದೆ ಒಂದು ನೇಷನ್ ಆಗಿ ಮಾರ್ಪಟ್ಟಿದ್ದು. ആമേൻ. എങ്ങനെയാ മാറിയത്? ಆಮೇ ಆತನೇ ಹೇಗಾಗ ಮಾರ್ಪಟ್ಟಿದ್ದು. സ്തോത്രം. ആമേൻ. നമ്മൾ പഠിക്കണം, ಆಮೇ ನೀವು നമ്മൾ ಕಲಿಬೇಕು, അങ്ങനെ ചെയ്യണം, ನಾವು ಹಾಗೆ നമ്മൾ ಮಾಡಬೇಕು, അങ്ങനെ സമർപ്പിക്കണം. ನಾವು ಅದಕ್ಕಾಗಿ ಸಮರ್ಪಿಸಬೇಕು. അബ്രഹാം തന്റെ ഏകജാതനെ ദൈവത്തിന് സമർപ്പിക്കുവാൻ റെഡിയായി. ಆಮೇ ಅಬ್ರಹಾಮನು ತನ್ನ ಒಂದೇ ಕುಮಾರನನ್ನು ದೇವರನ್ನು ಸಮರ್ಪಿಸುವುದಕ್ಕೆ ರೆಡಿ ಆಗಿದ್ದರು. സമർപ്പിതരാകാത്ത ഒരു വ്യക്തിക്കും ദൈവത്തോട് പ്രയോജനപ്പെടാൻ പറ്റിയല്ല. ಆಮೇ ಅರ್ಪವಾಗಿ ಹಾಲೆಲ್ಲ ಸಮರ್ಪಿಸದ ಯಾವುದೇ ವ್ಯಕ್ತಿಗೂ ಆತರವಾಗಿ ದೇವರೊಟ್ಟಿಗೆ ಹೇಳೋದಕ್ಕೆ ಸಾಧ್ಯವಲ್ಲ. Praise the Lord. ಆಮೇ നിങ്ങൾ ഞായറാഴ്ച വിശ്വാസികളായിരുന്നാൽ നിങ്ങൾക്ക് ദൈവത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റിയല്ല. ಆಮೇ ನೀವು ಮಾನವಾರ ಹಾಲೆಲ್ಲ ವಿಶ್ವಾಸಿ ಆಗಿದ್ರೆ ನೀವು ದೇವರಿಗೋಸ್ಕರವಾಗಿ ಏನು ಮಾಡೋದಕ್ಕೆ ಸಾಧ್ಯವಲ್ಲ. Praise the Lord. ಆಮೇ Praise the Lord. ಆಮೇ ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തിന് വേണ്ടി ജീവിച്ചിട്ട് ಆಮೇ ದೇವರಿಗೋಸ್ಕರವಾಗಿ ಜೀವಿಸಿ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കണം. ಆಮೇ ಹಾಲೆ ನಂತರವಾಗಿ ನಿಮಗೋಸ್ಕರವಾಗಿ ಜೀವಿಸಬೇಕು. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ಅದಕ್ಕೋಸ್ಕರವಾಗಿ ಯೇಸು ಸ್ವಾಮಿ ಹೇಳಿದರು, ആരെങ്കിലും ഒരാൾ ಯಾರೆಲ್ಲ ಒಬ್ಬನ തന്റെ ജീവനെ രക്ഷിപ്പാൻ ആഗ്രഹിച്ചാൽ ಅಲ್ಲಲ್ಲಿ ತನ್ನ ಜೀವನನ್ನು ಉಳಿಸಿಕೊಳ್ಳೋದಕ್ಕಾಗಿ ಇಚ್ಛೆ ಪಟ್ಟಿದ್ದಾರೆ, അവൻ അതിനെ കളയും. ಅವನ ಅದನ್ನ ಕಳ್ಕೊಳ್ಳುವನು. ശ്രദ്ധിക്കുക, ಆಮೇ ಶ್ರದ್ಧೆ. ആരെങ്കിലും ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ ಯಾರೆಲ್ಲ ತನ್ನ ಜೀವನನ್ನು ಉಳ್ಕೊಳ್ಳೋದು ಪ್ರಾಣನ ಅವನ ಅದನ್ನ ಉಳ್ಕೊಳ್ಳೋದಕ್ಕಾಗಿ ಕಳೆಯುವ. ನೋಡಿದ್ರೆ
ಹಾಲೆಲೂಯಾ ಅದು ಅವನು ಕಳ್ಕೊಳ್ಳುವನು. നിങ്ങൾ യേശുവിനെ നിഷേധിച്ചിട്ട് ನೀವು ಯೇಸು ಸ್ವಾಮಿನ ನಿಷೇಧಿಸಿ നിങ്ങൾ ജോലിയെ ചൂസ് ചെയ്താൽ, ನಿಮ್ಮ ಕೆಲಸಗಳನ್ನು ನೀವು നിങ്ങൾ ಆರಿಸಿಕೊಂಡಿದ್ದೀರಿ, യേശുവിനെ നിഷേധിച്ചിട്ട് ನೀವು ಯೇಸು ಸ್ವಾಮಿಯನ್ನು ನಿಷೇಧಿಸಿ നിങ്ങളുടെ ആരോഗ്യത്തെ നോക്കിയാൽ, ನಿಮ್ಮ ಆರೋಗ್ಯವನ್ನು ನೋಡಿದರೆ, നിങ്ങൾ യേശുവിനെ നിഷേധിച്ചിട്ട് ನೀವು ಯೇಸುವನ್ನು നിങ്ങളുടെ മക്കളെ നോക്കിയാൽ, ನಿಮ್ಮ ಮಕ್ಕಳನ್ನು ನೋಡಿದರೆ, സ്തോത്രം, ಆಮೆನ್, നിങ്ങൾ യേശുവിനെ നിഷേധിച്ചിട്ട് ನೀವು ಯೇಸುವನ್ನು നിങ്ങളുടെ ನಿಷೇಧಿಸಿ പണത്തെ നോക്കിയാൽ, ನಿಮ್ಮ ಹಣವನ್ನು ನೋಡಿದರೆ നിങ്ങൾ അതിനെ കളയേണ്ടതായിട്ട് വരും. ನೀವು ಅದನ್ನೆಲ್ಲ ಕಳ್ಕೊಳ್ಳುತ್ತೀರಾ. Praise the Lord. ആമേൻ. എന്നാൽ യേശുവിനെ പ്രതി, ಆದ್ರೆ ಯೇಸು ദൈവരാജ്യത്തെ ಸ್ವಾಮಿಗೋಸ್ಕರವಾಗಿ, ಪ್ರತಿ ದೇವರ ರಾಜ್ಯದ ഇത് ಪ್ರತಿ ഉപേക്ഷിച്ചാൽ ಅದೆಲ್ಲ ನೀವು ಬಿಟ್ಟು ಬಿಟ್ಟಿದರೆ, ദൈവം അത് 100 മടങ്ങായിട്ട് നിങ്ങൾക്ക് തരും. ಆಮೇ ದೇವರು ಅದೆಲ್ಲ 100 ദൈവത്തിന്റെ പ്രമാണമാണ്. ನಮಗೆ ಕೊಡ್ತಾರೆ. ഇത് ദൈവത്തിന്റെ പ്രമാണമാണ്. ಅದು ದೇವರ ಕಟ್ಟಳೆಯಾಗಿದೆ. ഹല്ലേലൂയ. ആമേൻ. നമ്മൾ വിതയ്ക്കുന്നത് മാത്രമേ കൊയ്യത്തുള്ളൂ. ಆಮೇ ನಾವು ಬಿತ್ತುವುದು ಮಾತ್ರ വിതയ്ക്കാത്ത ഒന്നും നമ്മൾ കൊയ്യത്തില്ല. ಆಮೇ ಬಿತ್ತಾದದ್ದು ಯಾವುದು നമ്മൾ അളക്കുന്ന അളവിനാൽ മാത്രമേ ദൈവം നമുക്ക് അളക്കത്തുള്ളൂ. ನಾವು ಅಳತೆ ಮಾಡಿದ ಅಳತೆ നമ്മൾ അളക്കാത്ത അളവിനാൽ ദൈവം നമുക്ക് വേണ്ടി അളക്കത്തില്ല. ನಾವು ಅಳತೆ ಮಾಡಿದ ഇന്ന് പകൽക്കാലം വിശ്വസിക്കാൻ പറ്റുന്നെങ്കിൽ അബ്രഹാമിനെ അനുഗ്രഹിച്ച ദൈവം അബ്രഹാമിനെ ആശീർവാദ നിന്റെ മകനെ എനിക്കിതാ, ആമേ നിന്നെ നീ നിന്നെ നിഷേധിച്ച് പുറപ്പെട്ടു വാ നീ നನ್ನನ್ನು എന്ന് പറഞ്ഞ ദൈവം ഇന്ന് പകൽക്കാലം നമ്മളെ വിളിക്കുകയാണ്. ಆಮೇ ಹಾಗೆ ಹೇಳಿದ നിങ്ങൾ ದೇವರು സമർപ്പിക്കുമോ? ನಮ್ಮನ್ನು ಕರೀತಾ ಇದ್ದಾರೆ. ನಿಮ್ಮನ್ನು ಸಮರ್ಪಿಸುತ್ತೀರಾ? ಆಮೇ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. എത്ര പേർ സമർപ്പിക്കും? ಎಷ್ಟು ಜನರು ಇವತ್ತು നിങ്ങളുടെ ಸಮರ್ಪಿಸ್ತೀರಾ? പകുതി അർത്ഥ ഇത്ര സമർപ്പണം ദൈവത്തിന് ആവശ്യമില്ല. ಆಮೇ ನಿಮ್ಮ ಅರ್ಧ ಸಮರ್ಪಣವು ದೇವರಿಗೆ ജീവിച്ചാൽ ಅವಶ್ಯಕತೆ ಇಲ್ಲ. കർത്താവിന് വേണ്ടി ജീവിക്കണം. ಆಮೇ ಜೀವಿಸಿದರೆ ಕರ್ತನಿಗೋಸ್ಕರವಾಗಿ ಜೀವಿಸಬೇಕು. പാസ്റ്ററിന് വേണ്ടിയല്ല ജീവിക്കുന്നത്, ಅದು ಪಾಸ್ಟರ್ಗೋಸ್ಕರವಾಗಿ അത് ಅಲ್ಲ ആർക്കോ ಜೀವಿಸಬೇಕು. വേണ്ടിയല്ല, ಅದು ಯಾರ್ಗೋಸ್ಕರವಲ್ಲ, അത് യേശുവിന് വേണ്ടി ಅದು ജീവിക്കണം. ಯೇಸುಗೋಸ್ಕರವಾಗಿ ಜೀವಿಸಬೇಕು. Praise the Lord. ಆಮೆನ್. സ്തോത്രം. ಹಲ್ಲೆಲೂಯ. Praise the Lord. ಆಮೆನ್. സമർപ്പിച്ച ഇന്നോട്ട് നിങ്ങൾ മാറും. ಆಮೆನ್. ನೀವು ಆತ್ರವಾಗಿ ಸಮರ್ಪಿಸಿದ್ರೆ ಇವತ್ತಿಂದ ನಿಮ್ಮ ಜೀವನವನ್ನು ಬದಲಾವಣೆ ಆಗುತ್ತದೆ. സമർപ്പിച്ചാൽ ನೀವು ಸಮರ್ಪಿಸಿದರೆ നിങ്ങൾക്ക് ആരോഗ്യം ഉണ്ടാകും. ನಿಮಗೆ ಆರೋಗ್ಯ ಉಂಟಾಗುತ್ತದೆ. സമർപ്പിച്ചാൽ ಸಮರ್ಪಿಸಿದರೆ നിങ്ങൾക്ക് പണം ഉണ്ടാകും. ನಿಮಗೆ ಹಣ ಉಂಟಾಗುತ್ತದೆ. സമർപ്പിച്ചാൽ ನೀವು ಸಮರ್ಪಿಸಿದರೆ നിങ്ങൾക്ക് സമയം ഉണ്ടാകും. ನಿಮಗೆ ಸಮಯ ಉಂಟಾಗುತ್ತದೆ. സമർപ്പിച്ചാൽ ನೀವು ಸಮರ್ಪಣೆ നിങ്ങൾക്ക് ಮಾಡಿದರೆ അവസരങ്ങൾ ഉണ്ടാകും. ನಿಮಗೆ ಅವಸರಗಳು ಉಂಟಾಗುತ್ತದೆ. അയ്യോ ദൈവത്തിന്റെ പൈതലേ, ದೇವರ നീ ಮಗುವೇ, നിന്നെ വിട്ടുകൊടുക്കാത്തത് കൊണ്ടാണ് നിനക്കൊന്നുമില്ലാത്തത്. ನೀ ನಿನ್ನೆ ಬಿಟ್ಟು ಕೊಡಾದಿರದ ಕಾರಣವೇ ನಿನಗೆ ಏನು ಇಲ್ಲದಿರುವುದು. Praise the Lord. ആമേൻ. നീ സമർപ്പിക്കുക, ನೀ ಸಮರ್ಪಣೆ നീ ಮಾಡಿ ഏൽപ്പിച്ചു കൊടുക്കുക. ಒಪ್ಪಿಸಿಕೊಡಿ. ദൈവം നിനക്കെല്ലാം തരും. ಆಮೇ ದೇವರು ನಿನಗೆ ಬೇಕಾಗಿರೋದೆಲ್ಲ ಕೊಡ್ತಾರೆ. ಆಮೇನ್. ಹಲ್ಲೆಲೂಯ. Hallelujah. ಆಮೇನ್. Praise the Lord. ಆಮೇನ್. സ്തോത്രം. ಆಮೇನ್. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂയ. ഉറബാല ശംബല രഹസ്യ രകടയ പ്രബലകടയ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ഞാൻ ഇന്നലെ രാത്രി ഒരു സ്വപ്നം കണ്ടു. ನನ್ನ ರಾತ್ರಿ ನಾನೊಂದು ಕನಸನ್ನು ನೋಡಿದೆ. ഒരു മഹാസർപ്പത്തെ കൊല്ലുന്നത്. ಆಮೇ ಒಂದು ಮಹಾ ಸರ್ಪವನ್ನು ചില ಕೊಂದಾಕುವುದು. അന്ധകാര ശക്തികൾ വെട്ടേറ്റ് വീഴും. ಆಮೇ ಕೆಲ ಅಂಧಕಾರ ಶಕ್ತಿಗಳನ್ನು ಕಡಿದಾಕ್ತಾರೆ. Praise the Lord. ಓರಿ ಖವಾಲ ഈ ജനത്തിന്റെ ഇടയിലേക്ക് ಜನಕ್ಕೆ ವಿರುದ್ಧವಾಗಿ അനാത്മികത കൊണ്ടുവരുന്ന ശക്തിയുണ്ട്. ಆಮೇ ಅನಾತ್ಮಿಕ ಇದನ್ನು മടി കൊണ്ടുവരുന്ന ശക്തിയുണ്ട്. ಹಾಲೆಲೂಯ. ಅವರಿಗೆ ಸೋಂಬೇರಿತನ ತಗೊಂಬರುವ സ്തോത്രം. ಶಕ್ತಿಯು. ഹല്ലേലൂയ. ಆಮೆನ್. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. ലോകത്തിന് വേണ്ടി എങ്ങനെ വേണം ജീവിക്കും, ಲೋಕಕ್ಕೋಸ್ಕರ ಹೇಗೆ ಬೇಕಂದ್ರೂ ಜೀವಿಸುತ್ತಾರೆ. പക്ഷേ ദൈവത്തിന് കൊടുക്കാൻ സമയമില്ല. ಆದ್ರೆ ದೇವರಿಗೋಸ್ಕರವಾಗಿ ಸ್ಪೆಂಡ್ ಮಾಡೋದಕ್ಕೆ ಟೈಮ್ ಇಲ್ಲ. ദൈവത്തിന് വേണ്ടി കൊടുക്കാൻ ഒന്നുമില്ല. ದೇವರಿಗಾಗಿ ಕೊಡುವುದಕ್ಕೆ ಏನೂ ಇಲ್ಲ. ദൈവത്തിന്റെ കാര്യം പറയുമ്പോ എല്ലാം കാലിയാണ്. ಆಮೇ ದೇವರ ವಿಷಯ ಹೇಳುವಾಗ ಅವ್ರಿಗೆಲ್ಲ ಖಾಲಿಯಾಗಿ. Praise the Lord. ಆಮೆನ್. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ ബുദ്ധിയെ കെട്ടിയ ആ സാത്താനെ നമ്മൾ ഇന്ന് വെട്ടണം. ಆಮೇ ನಮ್ಮ ಬುದ್ಧಿಯನ್ನು ಕೆಟ್ಟಿದ ಸಾತಾನನ Praise the Lord. ಕಡಿದಾಕಬೇಕು. ഹല്ലേലൂയ. ಆಮೆನ್. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഡെലിവറൻസ് ഉണ്ടായേ തീരൂ. ಆಮೇ ಇವತ್ತು ഇന്ന് ಅಗಲತನೆ പകൽക്കാലം വിടുതൽ ഉണ്ടായേ തീരൂ. ಇವತ್ತು ಅಗಲತನೆ ಬೇಳೆಯಲ್ಲಿ ಬಿಡುಗಡೆ പരിശുദ്ധാത്മാവ് ಉಂಟಾಗಬೇಕು. ഇന്ന് പകൽക്കാലം ചലിക്കട്ടെ. ಪವಿತ್ರಾತ್ಮನ ಅಗಲತನೆ യേശുവിന്റെ നാമം ಯೇಸುವಿನ ಹೆಸರಿನಲ್ಲಿ പരിശുദ്ധാത്മാവ് ചലിക്കട്ടെ. ಪವಿತ್ರಾತ್ಮನ ಹಲ್ಲೆಲೂಯ ಹಲ್ಲೆಲೂಯ ಚಲಿಸುತ್ತಾ ಇರಲಿ. ಓರಿ ಖಬರ ರಿಬಂತುಡ ರೆಗಲಗಡ ಬಲಗನಗರ ಬಶ್ವಸ್ ಅಧರ ಗಡದು ಬನಾಗದ ಜಗಲ್ಪನಿದ ಲಗನಗರ ಬಶ್. Hallelujah. ಆಮೆನ್. Praise the Lord. ഹല്ലേലൂയ. Hallelujah. ആമെൻ. Praise the Lord. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ಕರ್ತನು ನಮ್ಮನ್ನು ಹೇರಳವಾಗಿ ಆಶೀರ್ವಾದ ಮಾಡಿ. ഒരു വാക്കില് ಒಂದು ಮಾತಲ್ಲಿ ഞാൻ അഗൈൻ പറയുകയാണ്. ಆಮೇ ಮತ್ತೆ ಹೇಳ್ತೀವಿ. സ്തോത്രം. ಆಮೆನ್. ഒരുവൻ എന്നെ പിൻപറ്റുവാൻ ഇച്ഛിച്ചാൽ ಆಮೇ ಒಬ್ಬನು ನನ್ನನ್ನು ಹಿಂಬಾಲಿಸುವುದಕ್ಕಾಗಿ ಇಚ್ಛೆಪಟ್ಟಿದರೆ അവൻ തന്നെത്താൻ ത്യജിച്ചിട്ട് ಅವನು ತನ್ನನ್ನೇ ತ್ಯಜಿಸಿ അവന്റെ കുരിശെടുത്ത് ಆತನ ಸಿಲುಬೆಯನ್ನು ಹೊತ್ತುಕೊಂಡು എന്റെ പിന്നാലെ വരണം. ಹಲ್ಲೆಲೂಯ ನನ್ನ ಹಿಂದೆ ಬರಲಿ. സ്തോത്രം. ಆಮೆನ್. അടിമയ്ക്ക്
ಒಂದು ಗುಲಾಮನಿಗೆ സ്വന്തം ഇഷ്ടമില്ല, ಸ್ವಂತವಾದ ಯಾವುದೇ ಇಷ್ಟಗಳಿಲ್ಲ, സ്വന്തം തീരുമാനമില്ല. ಸ್ವಂತ ತೀರ್ಮಾನಗಳಿಲ್ಲ. പ്രൈസ് ലോർഡ്. ಆಮೇ സ്വന്തം ജീവിതമില്ല, ಸ್ವಂತವಾದ ಒಂದು ಜೀವಿತವಿಲ್ಲ, സ്വന്തം കുടുംബമില്ല, ಸ್ವಂತ ಕುಟುಂಬವಿಲ್ಲ, സ്വന്തം വസ്തുവകളില്ല, ಸ್ವಂತ ಆಸ್ತಿ ಪಾಸ್ತಿಗಳಿಲ್ಲ, സ്വന്തം വീടില്ല, ಸ್ವಂತ ಮನೆ ಇಲ್ಲ, അടിമയ്ക്ക് ഒന്നുമില്ല. ಅಡಿಮೆಗೆ ಏನೂ ಇಲ್ಲ. അടിമയ്ക്കെല്ലാം യജമാനൻ മാത്രമാണ്. ಅಡಿಮೆಗೆ ಆ ಗುಲಾಮನಿಗೆ ಎಲ್ಲ ഒരു ಯಜಮಾನನ್ അടിമയ്ക്കും ಮಾತ್ರ. സ്വന്തമായിട്ടൊന്നുമില്ല. ಅವನಿಗೆ ಯಾವುದು ಸ್ವಂತವಾಗಿ ಇಲ್ಲ. യേശു അതേ പദത്തിലാണ് പറഞ്ഞത്. ಆಮೇ ಯೇಸು ಸ್ವಾಮಿ ಅದೇ ಪದವಾಗಿದೆ. ശിഷ്യന്മാർ അതേ പദത്തിൽ യേശുവോട് ഇങ്ങനെ പറഞ്ഞു, ಆಮೇ ಶಿಷ್ಯರ ಹತ್ರ ಯೇಸು ಸ್ವಾಮಿ ಹೀಗೆ ಹೇಳಿದನು, ഞങ്ങൾ സകലതും വിട്ട് നിന്നെ പിൻപറ്റി. ಆಮೇ ಹಾಲೆಲೂಯ. ಶಿಷ್ಯರು ಆತನ ಹತ್ರ ಹೇಳಿದ್ರು, ನಾವೆಲ್ಲನೂ ಬಿಟ್ಟು ಬಿಟ್ಟು ನಿಮ್ಮನ್ನು ಹಿಂಬಾಲಿಸಿದೆ. അപ്പനെയും അമ്മയെയും ഞങ്ങൾ വിട്ടു, ಆಮೇ ತಂದೆ ತಾಯಿಯನ್ನು ನಾವು ಬಿಟ್ಟು ಜೋಲಿ ಬಿಟ್ಟಿದ್ದೇವೆ, ಬಿಟ್ಟು. ಕೆಲಸ ಬಿಟ್ಟಿದೆ. പടകും വലയും ഞങ്ങൾ ഉപേക്ഷിച്ചു. ಆಮೇ ಹಡಗು ಬಲೆಯನ್ನು ನಾವು ಬಿಟ್ಟು ಬಿಟ್ಟಿದೆಪ್ಪ. പ്രിയപ്പെട്ടവരെ, ಪ್ರಿಯರೇ, സമർപ്പിക്കപ്പെടാതെ ನಾವು ಸಮರ್ಪಿಸಿದೆ, ನಾವು ಸಮರ್ಪಿಸಿದೆ. യേശുവിന്റെ പിന്നാലെ പോകാൻ ആർക്കും പറ്റത്തില്ല, ಯೇಸು ಸ್ವಾಮಿ ಹಿಂದೆ ಬರೋದಕ್ಕೆ ಹೋಗೋದಕ್ಕೆ ಯಾರಿಗೂ ആർക്കും ಆಗಲ್ಲ. പറ്റത്തില്ല. ಯಾರ ಕೈಯಲ್ಲಿ ഇതൊരു വലിയ ಆಗೋದಿಲ್ಲ. മൽപിടുത്തമാണ്, ಆಮೇ ಅದು ದೊಡ್ಡ ಹಾಲೆಲೂಯ ಒಂದು മൽപിടുത്തമാണ്. ആമേൻ. ಹೋರಾಟವಾಗಿದೆ. ലോകവും ആമേൻ ദൈവവുമായുള്ള മൽപിടുത്തം, ಆಮೇ ಹಾಲೆಲೂಯ. ಸೈತಾನು ದೇವನು ಲೋಕವಾಗಿರದ ಒಂದು ದೊಡ್ಡ ജഡികതയും ಹಾಲೆಲೂಯ ആത്മീയതയുമായുള്ള മൽപിടുത്തം, ಆಮೇ ಜಡವು ಹಾಲೆಲೂಯ ಆತ್ಮಿಕ ಮನುಷ್ಯನುವಾಗಿರದ ಒಂದು ಹಾಲೆಲೂಯ ശരീരവും ಹೋರಾಟ. ആത്മാവും തമ്മിലുള്ള മൽപിടുത്തം. ಆಮೇ ಶರೀರವು ಪ್ರಾಣವಾಗಿರುವ ಒಂದು ആര് ಹೋರಾಟ. ജയിക്കും? ಆಮೇ ಯಾರು ആര് ಗೆಲ್ಲುತ್ತಾರೆ? ജയിക്കും? ಯಾರು ಗೆಲ್ಲುತ್ತಾರೆ? ജഡം ജയിക്കുമോ? ಆಮೇ ಜಡ ಗೆಲ್ಲುತ್ತಾರೆ? ലോകം ജയിക്കുമോ? ಲೋಕಂ ಗೆಲ್ಲುತ್ತಾರ? സാത്താൻ ജയിക്കുമോ? ಸಾತಾನ್ ಗೆಲ್ಲುತ್ತಾರ? അതോ ദൈവം ജയിക്കുമോ? ಇಲ್ಲ ದೇವರು ಗೆಲ್ಲುತ್ತಾರ? അതോ ആത്മീയത ജയിക്കുമോ? ಆಮೇ ನನ್ನ ಆತ್ಮಿಕತೆಯನ್ನು ಜಯಿಸುತ್ತದೆ. പരിശുദ്ധാത്മാവ് നിങ്ങളോട് ചോദിക്കുകയാണ്, ಪವಿತ್ರಾತ್ಮ ನಿಮ್ಮೊಟ್ಟಿಗೆ നിങ്ങൾ ಕೇಳ್ತಾ ಇದ್ದಾರೆ, സമർപ്പിക്കപ്പെട്ടവരാണോ? ಆಮೇ ನೀವು ಸಮರ್ಪಣೆ ಮಾಡಿದವರ? എന്തിനേലും സമർപ്പിക്കപ്പെട്ടവരാണോ? ನೀವು ಯಾವುದಕ್ಕೆಲ್ಲ ಸಮರ್ಪಣೆ എന്തെങ്കിലും നിങ്ങൾ സമർപ്പിച്ചിട്ടുണ്ടോ? ಆಮೇ ಏನೆಲ್ಲ ವಿಷಯಗಳು ನೀವು ಸಮರ್ಪಿಸಿದರ? സ്തോത്രം. ಆಮೇ സൂരാജകടേ പ്രശമലകടേ. ಆಮೆನ್ ಜೀಸಸ್. ദൈവത്തിന്റെ ആത്മാവിനെ വളരെ ഹേപ്പിച്ച ചോദ്യമാണ്. ಆಮೇ ದೇವರ ಆತ್ಮನೆ ನನ್ನಲ್ಲಿ ಬಹಳ ಪ್ರೇರಣೆ ಕೊಟ್ಟಿರುವುದು എന്ന് നീ ವಿಷಯ. പൂർണ്ണമായി ജീവിക്കും എനിക്കായി. ಆಮೇ ಯಾವಾಗ ನೀನು ಪೂರ್ಣವಾಗಿ നീ ನನಗೋಸ್ಕರವಾಗಿ എനിക്ക് വേണ്ടി പൂർണ്ണമായി ജീവിക്കും. ನೀನು ಯಾವತ್ತು ನನಗೋಸ್ಕರವಾಗಿ ಪೂರ್ಣವಾಗಿ ഞാൻ ಜೀವಿಸುತ್ತೀಯ. പറഞ്ഞ പോലെ നീ എന്നെ പിന്നാലെ വരും. ಆಮೇ ನಾನು ಹೇಳಿದಂತೆ ಯಾವತ್ತು ನೀನು ನನ್ನ നീ ಹಿಂದೆ എന്നോട് ಬರ್ತೀಯ. കൂടെ ചേർന്ന് വസിക്കും. ಆಮೇ ಯಾವತ್ತು ನೀನು ನನ್ನ ಜೊತೆಲಿ ಸೇರಿ ವಾಸ നീ ಮಾಡ್ತೀಯ. എന്നെ നിന്റെ ഇഷ്ടങ്ങൾ പൂർണ്ണമായി വിടും. ಆಮೇ ಯಾವತ್ತು ನೀನು ನನ್ನ ദൈവാത്മാവിനോട് ചോദിച്ചതാണ്, ದೇವರ ಆತ್ಮನೆ നീ ನನ್ನೊಟ್ಟಿಗೆ എന്നെ നിന്റെ ಕೇಳಿದಾಗಿದೆ. ഇഷ്ടങ്ങളെ ത്യജിക്കും. ಆಮೇ ಯಾವತ್ತು ನೀನು ನನ್ನ നീ പൂർണ്ണമായി എന്നെ നിന്റെ ತ್ಯಜಿಸುತ್ತೆ. ഇഷ്ടങ്ങളെ നീ വിട്ടുകളയും. ನೀನು ಯಾವಾಗ ನಿನ್ನ ಇಷ್ಟಗಳನ್ನು ಪೂರ್ಣವಾಗಿ പകൽക്കാലം ಬಿಟ್ಟು ಬಿಡುತ್ತೀರಾ? പരിശുദ്ധാത്മാവ് ಈ ಅಗಲತಿನ ವೇಳೆಯಲ್ಲಿ വ്യക്തികളുടെ ಪವಿತ್ರ ഹൃദയങ്ങളോട് അനുവദിക്കുക. ವ್ಯಕ್ತಿಗಳ ಹೃದಯಗಳೊಟ್ಟಿಗೆ ಮಾತಾಡ್ತಾರೆ. എപ്പോൾ നീ പൂർണ്ണമായി എന്റെ പിന്നാലെ വരും. ಆಮೇ ಯಾವಾಗ ನೀನು ಸಂಪೂರ್ಣವಾಗಿ ನನ್ನ ಹಿಂಬಾಲಿಸುತ್ತೀರಾ? ಆಮೇ നിന്റെ ആറ്റിറ്റ്യൂഡുകൾ എപ്പോൾ എനിക്ക് പൂർണ്ണമായി സമർപ്പിക്കും. ಆಮೇ ನಿನ್ನ ಆಟಿಟ್ಯೂಡ್ಗಳೆಲ್ಲ ಯಾವಾಗ ನೀನು ಸಂಪೂರ್ಣವಾಗಿ ನನಗೆ ಸಮರ್ಪಿಸುತ್ತೀರಾ? നിനക്കെപ്പോഴും ആമേൻ എപ്പോൾ എന്റെ ഇഷ്ടം നിന്റെ ഇഷ്ടമായി മാറും. ಆಮೇ ಯಾವತ್ತು ನನ್ನ ಇಷ್ಟವು ನಿನ್ನ ಇಷ್ಟವಾಗಿ എപ്പോൾ ಮಾರ್ಪಡುತ್ತದೆ. എല്ലാത്തെക്കാളും അധികം ദൈവമായിട്ട് നിനക്ക് മാറും. ಆಮೇ ಯಾವಾಗ ಎಲ್ಲದಕ್ಕೂ ಹೆಚ್ಚಾಗಿ ದೇವರೇ ನನಗೆ ಎಲ್ಲ എല്ലാത്തെക്കാളും ಬೇಡದು. പ്രധാനം ദൈവമായിട്ട് എപ്പോൾ നിനക്ക് മാറും. ಆಮೇ ಎಲ್ಲದಕ್ಕೂ ಹೆಚ್ಚಾಗಿ ದೇವರೇ എപ്പോൾ ನನಗೆ മാറും? ಯಾವಾಗ ಅದು ദൈവത്തിന്റെ ಮಾರ್ಪಡುತ್ತದೆ? ആത്മാവ് ചോദിക്കുകയാണ്, ದೇವರ ಆತ್ಮನು ಕೇಳ್ತಾ എപ്പോൾ ಇದ್ದಾನೆ. ദൈവം നിനക്ക് എല്ലാത്തെക്കാളും പ്രധാനമായി മാറും? ಆಮೇ ಯಾವಾಗ ಎಲ್ಲದಕ್ಕೂ ಹೆಚ್ಚಾಗಿ ದೇವರು ನಿನಗೆ ಸಾಕು ಎಂಬುದಾಗಿ ಮಾರ್ಪಡುತ್ತದೆ. അങ്ങനെയെങ്കിൽ ഇന്ന് മുതൽ നിന്റെ ജീവിതത്തെ അത് കാണട്ടെ. ಆಮೇ ಹಾಗಾದ್ರೆ ಇವತ್ತೊಂದು ಅದು ನಿನ್ನ ಜೀವಿತದಲ್ಲಿ ಪ್ರಕಟವಾಗಲಿ. ಆಮೇ ಕರ್ತನ ಮೇಜ ಕಡೆಗೆ ನಾವು ಬರೋಣ. ഇരുപത്തിമൂന്ന് മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. 23 വാക്യം എന്താ? Hallelujah. Praise the Lord. Hallelujah. സ്തോത്രം.
Hallelujah. സ്തോത്രം. Praise the Lord. Hallelujah. സ്തോത്രം. Hallelujah. Hallelujah. Praise the Lord. ಪ್ರಿಯರೇ, 2000 ವರ್ಷങ്ങൾക്ക് ಹಿಂದೆ ಮಾನವ ಜಾತಿಯ ಪಾಪದ ಪರಿಹಾರಕ್ಕೋಸ್ಕರವಾಗಿ ಪರಲೋಕ ರಾಜ್ಯದ ಎಲ್ಲ ಮಹಿಮೆಯನ್ನು ಬಿಟ್ಟು ಈ ಲೋಕದಲ್ಲಿ ಬಂದು ನಮಗಾಗಿ ಅತಿ ಕಠಿಣವಾದ ಕಷ್ಟ ಬಾಧೆಗಳನ್ನು ಸಲ್ಲಿಸಿ ಭಾರ ಶಿಲುಬೆಯನ್ನು ಹೊತ್ತಿಕೊಂಡು ಕಲ್ವಾರಿ ಶಿಲುಬೆಯಲ್ಲಿ 2 ಕಲ್ಲರಗಳ ಮಧ್ಯದಲ್ಲಿ ನಮಗಾಗಿ ಜೀವ ಕೊಟ್ಟ ಯೇಸು ತನ್ನ ಶರೀರವನ್ನು ರಕ್ತವನ್ನು ನಮಗಾಗಿ ಆತನ ಸಂಪೂರ್ಣವಾಗಿ ಕೊಟ್ಟರು. ಆತನ ನಮ್ಮ ಪಾಪ ಶಾಪ ರೋಗ ಹೊತ್ತಿಕೊಂಡು ನಮಗಾಗಿ ಪ್ರಾಣ ಅರ್ಪಿಸಿದ್ದಾರೆ. ಆ ಯೇಸುವಿನ ಶರೀರದ ನೆನಪಾಗಿದೆ ಈ ರೊಟ್ಟಿಯು, ಆ ಯೇಸುವಿನ ರಕ್ತದ ನೆನಪಾಗಿದೆ ಈ ದ್ರಾಕ್ಷಾರಸ. ನಾವಿದು ಪಾಲುಗೊಳ್ಳುವಾಗ ಇದೊಂದು ಆಶೀರ್ವಾದ ಪಾತ್ರವಾಗಿದೆ ಎಂಬುದಾಗಿಯೂ ಯೇಸುವಿನ ಮರಣ ಪುನರುತ್ಥಾನಗಳನ್ನು ಆಮೇನ್ ನೆನಪಿಸುವುದಾಗಿದೆ ಇದೆಂಬುದಾಗಿಯೂ ಯೇಸುವಿನ ಹಲ್ಲೆಲೂಯ ಆಮೇನ್ ರಕ್ತವು ಮಾಂಸವು ಆಮೇನ್ ಅಲ್ಲಿ ಪಾಲುಗೊಳ್ಳೋದಾಗಿದೆ ಇದೆಂಬುದಾಗಿಯೂ ದೇವರ ವಾಕ್ಯವು ನಮ್ಮ ಹತ್ರ ಹೇಳ್ತಾ ಇದ್ದಾರೆ. ರಕ್ಷಣೆ ಹೊಂದಿ ದೀಕ್ಷಾಸ್ನಾನ ತಗೊಂಡಿರುವ ಮಕ್ಕಳಿಗೆ ಈ ಮೇಜೆಯಿಂದ ಪಾಲುಗೊಳ್ಳಬಹುದು. ಇದು ಪಾಲುಗೊಳ್ಳುವಾಗ ನೀವು ಆಶೀರ್ವಾದವನ್ನು ಹೊಂದುತ್ತಾರೆ. ಪ್ರೈಸ್ ಲಾರ್ಡ್. ರಕ್ಷಣೆ ಹೊಂದಾದೆ ಪೂರ್ತಿ ದೀಕ್ಷಾಸ್ನಾನ ತಗೊಳ್ಳಾದೆ ಇರುವ ಯಾರಿಗೂ ಇದರಿಂದ ಪಾಲುಗೊಳ್ಳಕ್ಕಾಗಲ್ಲ. ಮನುಷ್ಯರು ತನ್ನತಾನೇ ವಿವೇಚಿಸಿಕೊಂಡು ಮಾತ್ರ ಇದರಿಂದ ಪಾಲುಗೊಳ್ಳಬೇಕು ಎಂಬುದಾಗಿ ಬರೆದಿದ್ದಾರೆ. ನಾವು ನಮ್ಮನ್ನು ಶೋಧನೆ ಮಾಡಿಬಿಟ್ಟು ಮಾತ್ರ ಬೇಕು ಈ ಮೇಜೆಯಿಂದ ಪಾಲುಗೊಳ್ಳಕ್ಕಾಗಿ. ಕಲ್ವಾರಿ ಶಿಲುಬೆಯಲ್ಲಿ ನಮ್ಮ ಪಾಪ ಪರಿಹಾರಕ್ಕಾಗಿ ಯೇಸು ಸ್ವಂತ ಪ್ರಾಣವನ್ನು ಅರ್ಪಿಸಿದ್ದಾರೆ. ನಮ್ಮ ಕೊರತೆಗಳಲ್ಲಿ ಹೇಳಿ ಹರಕೆ ಮಾಡುವಾಗ ಕರ್ತರು ನಮ್ಮ ಪಾಪಗಳನ್ನು ಕ್ಷಮಿಸಿ ಶುದ್ಧೀಕರಣವನ್ನು ಕೊಟ್ಟು ನಮ್ಮನ್ನು ಬಲಪಡಿಸುತ್ತಾರೆ. ಕರ್ತನಾದ ಯೇಸು ಕ್ರಿಸ್ತನನ್ನು ತೋರಿಸಿಕೊಟ್ಟ ರಾತ್ರಿಯಲ್ಲಿ ಆತನ ರೊಟ್ಟಿಯನ್ನು ತೆಗೆದು ಸ್ತೋತ್ರ ಮಾಡಿ ಅವರಿಗೆ ಕೊಟ್ಟುಕೊಂಡು ಹೇಳಿದರು, ಹಲವಾರು ಜನಕ್ಕಾಗಿ ಮುರಿಯಲ್ಪಡುವ ಹೊಸ ಒಡಂಬಡಿಕೆಯ ನನ್ನ ಶರೀರದ ನೆನಪು ನೀವೆಲ್ಲರೂ ಒಟ್ಟಾಗಿ ಸೇರಿ ಬರುವಾಗ ನನ್ನ ನೆನಪಿಗೋಸ್ಕರವಾಗಿ ಇದು ಮಾಡ್ರಿ. ಹಲವಾರು ಜನರಾಗಿರೋ ನಾವು ಕ್ರಿಸ್ತನಲ್ಲಿ ಒಂದು ಶರೀರವಾಗಿದೆ, ಇದರಿಂದ ತಗೊಂಡು ತಿನ್ನಿರಿ. ಪ್ರೈಸ್ ದಿ ಲಾರ್ಡ್. ಹಲ್ಲೆಲೂಯಾ.